today, MSc Applied Psychology, first year, Organizational Behavior, lesson 4. Contributing disciplines to organizational behavior. So, for the organization behavior, like ഏതൊക്കെ disciplines ആണ് contribute ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഡിസിപ്ലിൻസിന്റെ ആവശ്യം ഏതൊക്കെ ഡിസിപ്ലിൻ ആണ് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ സയൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ടോട്ടൽ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊക്കെ സയൻസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഡിസിപ്ലിൻസ് ആണ് ഉള്ളത് എന്നാണ് ഈ ലെസണിലുള്ളത് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് സൈക്കോളജിയുടെ ഡിവിഷൻസ് അത് ഇലാബറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് പിന്നെ സോഷ്യോളജി ആന്ത്രപ്പോളജി എക്കണോമിക്സ് പൊളിറ്റിക്സ് എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു അവയർനെസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യോളജി ഇതിന്റെ ഒക്കെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം ഒരു ഓർഗനൈസേഷന്റെ ടോട്ടൽ ബിഹേവിയറിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഈ എല്ലാ സയൻസിന്റെയും കോൺട്രിബ്യൂഷൻസ് ഇതിൽ ഉണ്ടാവണം അതാണ് ഈ ലെസന്റെ ഒരു കൺസെപ്റ്റ് സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ അതാണ് സൈക്കോളജി സോഷ്യോളജി ആന്ത്രപ്പോളജി ഈ മൂന്ന് മെയിൻ ആയിട്ട് ഇത് മൂന്നിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊണ്ട് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളതാണ് അൺമ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മ്യൂട്ട് ചെയ്തു സോ ഇവിടെ ഒരു ഓർഗനൈസേഷന്റെ ബിഹേവിയറിൽ എന്തിനാണ് ഇത്രയൊക്കെ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയൊക്കെ എക്കണോമിക്സും സോഷ്യോളജിയും സൈക്കോളജിയും ആന്ത്രപ്പോളജിയും എല്ലാം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ റീസൺ തന്നെ വൈഡ് സ്പ്രെഡ് ഡിസഗ്രിമെന്റ് അബൌട്ട് ദ പ്രോബ്ലംസ് ദാറ്റ് നീഡ് ടു ബി അനലൈസ്ഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ പ്രോബ്ലംസിന്റെ ഡിസഗ്രിമെന്റ് പ്രോബ്ലംസ് ഉണ്ടാവുന്ന മാത്രമല്ല ആ പ്രോബ്ലംസിനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓർഗനൈസേഷനിൽ ബിക്കോസ് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ് ആ ഇൻഡിവിജ്വലിന്റെ ഒരു ഗ്രൂപ്പാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഓരോ ഇൻഡിവിജ്വലിനും ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരിക്കും വരിക അതിനെ വ്യൂ ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് വ്യൂ പോയിന്റിലായിരിക്കും സോ ഇതിനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വരണമെങ്കിൽ ഈ ഡിഫറെന്റ് ഡിസിപ്ലിൻസിനെ ഒക്കെ അവിടെ അപ്ലൈ ചെയ്യണം സോ ഈ ഡിഫറെന്റ് ഡിസിപ്ലിൻസും എന്താ ചെയ്യുന്നത് ഫോക്കസ് ദ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഫ്രം ഇറ്റ്സ് ഓൺ പോയിന്റ് ഓഫ് വ്യൂ വിത്ത് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് അതാണ് അവിടുത്തെ പ്രശ്നം ഈ ഡിഫറെന്റ് ഡിസിപ്ലിൻസും അതിന്റെ വ്യൂ പോയിന്റിൽ എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ആ പ്രോബ്ലം ഇസ് കറക്റ്റ് ഫിനാൻഷ്യലി അതിനെ ഇങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ് സോഷ്യോളജി ഇപ്പൊ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നിലനിർത്തണം അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റിനെ നിലനിർത്തണം അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിനെ അത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്താലും യു ഹാവ് ടു പ്രൊസീഡ് അങ്ങനെയായിരിക്കും വരിക അപ്പൊ അങ്ങനെയായിരിക്കും ചില പ്രശ്നങ്ങൾ വരിക നമ്മളുടെ എക്കണോമിക്സ് മാത്രം അല്ലെങ്കിൽ ഒരു എക്കണോമിക്സ് പെർസ്പെക്റ്റീവ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രം നോക്കിയാൽ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ അത് മാത്രം നോക്കിയാൽ അപ്പൊ ഇത് എല്ലാ സയൻസും എല്ലാ ഫീൽഡും എല്ലാ ഡിസിപ്ലിൻസും ഒരുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത് അതാണ് എല്ലാ ഡിസിപ്ലിൻസിനും മെയിൻറ്റെയിൻ ചെയ്ത് ആ പ്രോബ്ലംസിനെ എങ്ങനെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലംസ് അവരവരുടെ എക്കണോമിക്സിലൂടെ നോക്കിയാൽ എക്കണോമിക് വ്യൂ പോയിന്റിൽ ദാറ്റ് വിൽ ബി കറക്റ്റ് പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിൽ നോക്കിയാൽ അത് അവരുടെ പ്രോബ്ലം ആയിരിക്കും അത് ആ പ്രോബ്ലം കറക്റ്റ് ആയിരിക്കും അവർക്ക് ഇങ്ങനെ ചെയ്യാനാണ് അത് അഡ്വൈസ് ചെയ്യുക അപ്പൊ അതിൽ ഏത് സൊല്യൂഷൻസ് കൊടുക്കണം ഇതായിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ സയൻസ് അല്ലെങ്കിൽ എല്ലാ ഡിസിപ്ലിൻസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് വ്യൂ പോയിന്റിൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യണമെങ്കിൽ എല്ലാ ഡിസിപ്ലിൻസിനും അറിഞ്ഞിരിക്കണം ദെൻ ഇവിടെ തിയറി റിസർച്ച് അപ്ലിക്കേഷൻ 3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് സോ ഓരോ ഡിസിപ്ലിൻ എന്താണെന്നുള്ള തിയറി പഠിക്കുക ദെൻ റിസർച്ച് ആ തിയറി ജസ്റ്റ് ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന ഫീൽഡിലേക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ മറ്റു ഫീൽഡുകൾ നമ്മൾ നമുക്ക് കാണാൻ സാധ്യതയുള്ള പഠിക്കാൻ സാധ്യതയുള്ള ഫീൽഡിലൊക്കെ ഇതിനെക്കുറിച്ച് അപ്ലൈ ചെയ്ത് റിസർച്ച് ചെയ്യുക ദെൻ അപ്ലൈ ദെൻ വേർ വി ആർ വർക്കിംഗ് വേർ വി ക്യാൻ അപ്ലൈ അവിടെ ഇത് അപ്ലൈ ചെയ്യാം ഇങ്ങനെ 3 തീം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രെഡിക്റ്റബിലിറ്റി എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവും behavioral scientists are working diligently in improving the predictability of behavior അതായത് ഓരോ ബിഹേവിയറിന്റെയും പ്രെഡിക്റ്റബിലിറ്റി ആണ് ഇവിടെ നമ്മൾ ഈ ഡിസിപ്ലിൻസ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഡിസിപ്ലിൻസ് ഒക്കെ മനസ്സിലാവുമ്പോൾ
ഓരോ ബിഹേവിയറിന്റെയും പ്രെഡിക്റ്റബിലിറ്റി ആണ് ഒരു മാനേജ്മെന്റ് റിസീവ് ചെയ്യുക, കിട്ടുക, അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഇത് മനസ്സിലാവുക. പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. എന്ത് ഡിസിഷൻ എടുത്താലാണ് അതിന് വാട്ട് വിൽ ബി ദ റിസൾട്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അത് പ്രോപ്പർ ഡിസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർ പ്രെഡിക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ അത് ചെയ്യുന്ന പ്രെഡിക്ട്സ് ഒക്കെ തെറ്റി പോകുമ്പോൾ ആ ഡിസിഷൻ വിൽ ബി റോങ്, അല്ലെങ്കിൽ ആ മെത്തേഡ് വിൽ ബി റോങ് എന്ന കൺസെപ്റ്റിലേക്ക് വരാൻ പറ്റണം. ദെൻ അത് എന്തുകൊണ്ടാണ് പ്രെഡിക്റ്റബിലിറ്റി റോങ് ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പ്രെഡിക്റ്റബിലിറ്റി കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ബിക്കോസ് ബിഹേവിയർ ചേഞ്ചസ്, എൻവയോൺമെന്റ് ചേഞ്ചസ്, എൻവയോൺമെന്റ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പീപ്പിളിന്റെ ഓരോ ബിഹേവിയർ, ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ സെറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ ദേ വിൽ ബിഹേവ് ലൈക്ക് ദിസ്. വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ദേ ബിഹേവിയർ വിൽ ചേഞ്ച്. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ ബിഹേവിയറിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ഓരോ ഇൻഡിവിജ്വലും എങ്ങനെ ബിഹേവ് ചെയ്താലാണ് എന്ത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് ആണ് ഉണ്ടാവുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ വി ഹാവ് ടു നോ ഓൾ ദീസ് ഡിസിപ്ലിൻസ്. ഈ ഡിസിപ്ലിൻസ് ഒക്കെ പഠിച്ചിരിക്കണം. പ്ലസ് ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബിഹേവിയർ കൊണ്ട്, നമ്മളുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസ് കൊണ്ട് ഇവിടെ ഇന്ന റിസൾട്ട് വരുമെന്ന് നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞത് മാനേജ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് ടൈം ഇഫ് ഒരു വർക്ക് ചെയ്യുന്ന ആൾക്ക് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് അത് ഈസി ആയിരിക്കും ഓർഗനൈസ് ചെയ്യാൻ. എല്ലാവർക്കും അറിയാം, ഓരോ ഇൻഡിവിജ്വലിനും അറിയാം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താൽ ഇതിന്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും എന്ന് ഓരോരുത്തർക്കും അറിയാമെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി. ഒരു മാനേജ്മെന്റ് അത് ഹാൻഡിൽ ചെയ്യാൻ വിൽ ബി വെരി ഈസി. അപ്പൊ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സ്വന്തം സ്ഥാപനം നടത്തിയിട്ട് അതിനെ മാനേജ് ചെയ്ത് ചെയ്യുകയാണെങ്കിലും ഈ ഡിസിപ്ലിൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിയുന്നവരായിരിക്കും, അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ഈസി ടു മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും. സോ അതില് ഫസ്റ്റ് ബിഹേവിയർ തന്നെ പറഞ്ഞിരിക്കുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, ബിക്കോസ് നിങ്ങൾ പഠിക്കുന്നത് തന്നെ സൈക്കോളജിയാണ്. അപ്പൊ അതില് കുറെ ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഡിവിഷൻ ജനറൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഓൾറെഡി നിങ്ങൾ 2 സബ്ജക്ട്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ഡിവിഷൻസ് ഒക്കെ സൈക്കോളജി എന്ന് വെച്ചാൽ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. അപ്പൊ അതില് ഈ വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ മെയിൻ പോയിന്റ്സ് ഒക്കെ, അതിന്റെയൊക്കെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞാല്, സൈക്കോളജിയുടെ ഒരു ബേസ് അറിഞ്ഞാല് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ മാത്രമല്ല, യു കൻ ഇംപ്ലിമെന്റ് ഇൻ യുവർ ലൈഫ് ഓൾസോ. ലൈഫിലും നമുക്ക് നിലനിർത്തണമെങ്കിൽ സൈക്കോളജിയുടെ ഈ ഒരു ടേം, അല്ലെങ്കിൽ ഈ ഡിവിഷൻസിന്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് ശരിക്കുള്ള സയൻസ്. അവിടെ അതുകൊണ്ട് തന്നെ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫേ കൊടുത്തിട്ടുള്ളൂ. അവിടെ എന്തുകൊണ്ടാണ് സൈക്കോളജിക്ക് ഇത്ര അധികം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ഓഫ് സയൻസ്. അപ്പോ ബിഹേവിയറിൽ, സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ബിഹേവിയറിൽ ഒരാളുടെ ബിഹേവിയർ ആണ് എല്ലാം മാറിമറിക്കുന്നത്. ഈ ലോകത്ത് മുഴുവൻ മാറ്റങ്ങളും ചേഞ്ചസും സംഭവിക്കുന്നതും ഒക്കെ ഒരാളുടെ ബിഹേവിയർ. ലോകത്തിൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാകുന്ന പ്രീതി മാത്രം ചെയ്തുകൊണ്ടിരുന്നാലും ലോകത്തിൽ ഒന്നും സംഭവിക്കില്ല. ഒരു മാറ്റങ്ങളും സംഭവിക്കില്ല, ഒരു എക്സ്പെരിമെന്റ്സും ഇല്ല, ഒരു മാറ്റങ്ങളും ഇല്ല, ഒരു ഡെവലപ്മെന്റ്സ് ഇല്ല, ഡിക്രീസ് ഇല്ല, ഒന്നും ഇല്ലാതിരിക്കും. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിന്റെയും ബിഹേവിയേഴ്സ് ആണ് ഈ ലോകത്തെ എല്ലാ ചേഞ്ചസും കൊണ്ടുവരുന്നത്. പക്ഷേ ഓരോ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇപ്പൊ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മളെല്ലാവർക്കും ഉള്ളത് കണ്ണും മൂക്ക് തന്നെയാണ്. പക്ഷേ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ്. ഫേസ് തന്നെ എല്ലാവരെയും ഡിഫറെന്റ്. എല്ലാവർക്കും ഉള്ളത് കണ്ണാണ്, മൂക്കാണ്, ഇങ്ങനെ എല്ലാം ഒരേ അതാണെങ്കിലും ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ്. ലോകത്ത് കാണുന്ന ഓരോ ഇൻഡിവിജ്വലും ഇറ്റ്സ് ഡിഫറെന്റ്. അതേപോലെ തന്നെയാണ് ബിഹേവിയർ. ഈ കാണുന്ന ഓരോ മനുഷ്യരിലും ഡിഫറൻസസ് ഉണ്ട്. അത് തന്നെയാണ് വലിയ സയൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വലിയ സയൻസ് എന്ന് പറയുന്നത്. Then, so psychologist deals with studying human behavior that seeks to measure, explain. അപ്പൊ സൈക്കോളജിസ്റ്റ് ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് ഡീൽ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്ന വെച്ചാൽ മെഷർ, എക്സ്പ്ലെയിൻ ആൻഡ് സംടൈംസ് ചേഞ്ച് ബിഹേവിയർ ഓഫ് ഹ്യൂമൻസ് ആൻഡ് അതർ അനിമൽസ്. അപ്പൊ മെഷർ ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ചെയ്താൽ ഇതിന്റെ റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്. അപ്പൊ മെഷർമെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ, ആ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻഡ് അതിൽ ചേഞ്ചസ് വരുത്തുക. സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് അതാണ്. ദെൻ സൈക്കോളജിസ്റ്റ് പിന്നെ ചെയ്യുന്നത് എന്താ, ഇൻട്രസ്റ്റിംഗ്ലി ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യുക ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യും. ഒരു ചെറിയ മൂവ്മെന്റ് കാണുമ്പോൾ തന്നെ
ഒരു സൈക്കോളജി മനസ്സിലാവുന്ന ഒരാൾക്ക്, ഒരാളുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു ബേസ് ഉള്ള ഒരാൾക്ക് തന്നെ അത് വലിയൊരു മാജിക് പോയിന്റ് ആണെന്നൊന്നും തോന്നാറില്ല. ഒരു വലിയ മാജിക് പോയിന്റ് ഒന്നും അല്ല. ഒരു ജസ്റ്റ് ചെറിയ മൂവ്മെന്റ് കാണുമ്പോൾ തന്നെ അവരുടെ ഒരു ക്യാരക്ടർ, ബിഹേവിയർ, ആ ഒരു ബിഹേവിയറിൽ നിന്ന് തന്നെ ആ ഹ്യൂമൻ ബീങ്ങിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹോൾ ഹ്യൂമൻ ബീങ്ങിനെ മനസ്സിലാക്കാൻ പറ്റും. അത് ഹ്യൂമൻ സൈക്കോളജിസ്റ്റിന്റെ ഇൻട്രസ്റ്റിംഗ്ലി ചെയ്യുന്ന ഒരു വിഷയമാണ്. ഹ്യൂമൻ ബീങ്ങിനെ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തിട്ട് ആ ബിഹേവിയറിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ദിസ് ഹ്യൂമൻ ബീങ് ഇസ് ദിസ് ടൈപ്പ് ഓഫ് എ പേഴ്സൺ. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് സൈക്കോളജിസ്റ്റ് ചെയ്യാറുള്ള വിഷയമാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ആ സൈക്കോളജിസ്റ്റിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ദിസ് പേഴ്സൺ ഇസ് ലൈക്ക് ദിസ്, ഇങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ആൻഡ് behavioral changes were those who have contributed and continue to add the knowledge of phobia learning theorists, personality theorists. ഇനി അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ്, ഇങ്ങനെ ഡിഫറൻസ്, അതിന്റെ ന്യൂമറസ് ഇൻട്രസ്റ്റ് വിത്തിൻ ദ ഡിസിപ്ലിൻസ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂമറസ് ഇതായിട്ട് കാണേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ജനറൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ, ക്ലിനിക്കൽ, കൺസ്യൂമർ, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ, ഇൻഡസ്ട്രിയൽ, കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ, കൺസൾട്ടിംഗ് സൈക്കോളജി. ഇതൊക്കെ വൈഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിൽ രണ്ടെണ്ണം നിങ്ങൾ ഓൾറെഡി വൈഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ജനറൽ ആൻഡ് എക്സ്പെരിമെന്റൽ പഠിച്ചിട്ടുണ്ടാവും, കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു സൊസൈറ്റി, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ്. അപ്പൊ ആ സൊസൈറ്റിയിൽ നമ്മളെ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഈ സൈക്കോളജിയുടെ ഒക്കെ നോളജ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യാം. ഓർഗനൈസേഷൻ ഈസ് ഓൾസോ അനദർ സൊസൈറ്റി. അപ്പൊ അതിൽ എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട നോളജിൽ ഒരു പാർട്ടാണ് ഈ സെക്ഷൻസ് ഒക്കെ. അതിൽ ഏതൊക്കെ കൂടുതൽ വൈഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറഞ്ഞു, വി ആർ ലക്കി. അതിനെയൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടു ലക്കി. അപ്പോ പിന്നെ പറഞ്ഞിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. സൈക്കോളജിയുടെ ഈ പ്രിൻസിപ്പിൾസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ gaining the knowledge of determinants of individual behavior such as learning process, motivation techniques, personality determinants and personality development, perceptual process, implications, ഇങ്ങനെ കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഡിറ്റർമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ നിന്ന് നമുക്ക് ഡിറ്റർമിനേഷനിൽ എത്താൻ പറ്റും, ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും. ദിസ് ഇസ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എത്താൻ പറ്റും. ആൻഡ് ലേണിംഗ് പ്രോസസ്, മോട്ടിവേഷൻ ടെക്നിക്സ്, മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ, എനി കൈൻഡ് ഓഫ്, പല മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എനി കൈൻഡ് ഓഫ് മോട്ടിവേഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ്, ഒരാളുടെ പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കാൻ പറ്റും, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പ്രോസസ്, ഇംപ്ലിക്കേഷൻസ്, ട്രെയിനിങ്, ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ പറ്റും. ഈ സൈക്കോളജീസിനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ സൈക്കോളജിയെ കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് വിൽ ബി വെരി ഈസി. ലൈഫിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത് വാട്ട് ടു ഡു, എന്താ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് ആയിരിക്കും. പല ക്വസ്റ്റ്യൻസ്, പല ലൈഫിൽ പല സ്ഥലത്ത് നമ്മൾ നിന്ന് പോകുന്നത്, ഫുൾ സ്റ്റോപ്പ് ആയിടുന്നത് അവിടെ ആയിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ മൂവ് ചെയ്യാൻ പറ്റാതിരിക്കും. അവിടെയൊക്കെ ഡിസിഷൻ മേക്കിംഗ് വിൽ ബി വെരി ഈസി സൈക്കോളജിയിൽ ഈ പാർട്ടൊക്കെ അറിയുമെങ്കിൽ. Then performance appraisal, attitude measurement, employee selection, job design, work stress, ഇതൊക്കെ മാറ്റാൻ പറ്റും. ജോബ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ജോബ് ഡിസൈനെ കുറിച്ച് നമ്മൾ ഒരു പോയിന്റ് പഠിച്ചു. എംപ്ലോയി സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, അവിടെയൊക്കെ നമുക്ക് ചോയ്സ് കൊണ്ടുവരാൻ പറ്റും. സൈക്കോളജിയുടെ ഈ ചെറിയ പാർട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിവിഷൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്ലിമെന്റ് ഇൻ ദീസ് സെക്ടേഴ്സ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ഇവിടെയൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇത് മനസ്സിലാക്കുന്നത്. Learning is important in understanding organizational behavior because of the concepts and generalizations and have developed from it. Managers are more interested to seek solutions to the following key aspects. Avada managementine undavunna and solutions edukkendi varuna questions idokke aayirikkum. What are the causes of behavior? Oru individual ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? അതാണ് ഇനിയുള്ള പോയിന്റ്സിൽ വരുന്നത്. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? വാട്ട് ആർ ദ ഗോൾസ് ആൻഡ് പർപ്പസസ് ഓഫ് പർട്ടിക്കുലർ ബിഹേവിയർ? അങ്ങനെ ഒരു ഡിഫറെന്റ് ബിഹേവിയർ ഒരാളിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള റീസൺ എന്തായിരിക്കും? പേഴ്സണൽ റീസൺ ആയിരിക്കാം, പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിരിക്കാം, ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ആയിരിക്കാം, ഹി ഓൾസോ സൈക്കോളജി പഠിച്ച ആളായിരിക്കാം. ഇങ്ങനെ അതിന്റെ പിന്നിൽ ആ ഗോൾസ് ആൻഡ് പർപ്പസസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ആയിരിക്കും മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ്, സൊല്യൂഷൻസ് എടുക്കേണ്ടി വരിക.
സോ ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് പർപ്പസ് ഇസ് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ ലീവ് ഇറ്റ്. പർപ്പസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു കട്ട് ദറ്റ്, അവിടെ ബ്രേക്കപ്പ് ചെയ്യേണ്ടി വരുന്നതാണ്. And what are the roles of genetic and environmental factors on the formation of particular behavior? എന്തൊക്കെ സിറ്റുവേഷനിലാണ് ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? സോ വി ഹാവ് ടു ചേഞ്ച് ദ ബിഹേവിയർ, അതർവൈസ് വി ഹാവ് ടു ചേഞ്ച് ദ എൻവയോൺമെന്റ്. ഇങ്ങനെ പർട്ടിക്കുലർ എൻവയോൺമെന്റ് കൊടുത്തത് കൊണ്ടാണ് ആ ഇൻഡിവിജ്വൽ ഇങ്ങനെ ബിഹേവിയർ ചെയ്യേണ്ടി വന്നത്. സോ മാനേജ്മെന്റ് ഹാസ് ടു ടേക്ക് ഡിസിഷൻസ്. ഈ മാനേജ്മെന്റ് ഈ എൻവയോൺമെന്റിനെ മാറ്റണം, അല്ലെങ്കിൽ ബിഹേവിയറിനെ മാറ്റണം, അല്ലെങ്കിൽ പേഴ്സണെ മാറ്റണം. ഈ ഡിസിഷൻസിലേക്ക് വരാൻ പറ്റും. Then what are the common values and attitudes and characteristics that are binding people together? അവിടെ ഒരു ഓർഗനൈസേഷനിലുള്ള കോമൺ വാല്യൂസ് എന്തൊക്കെയാണ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അവരെ മുഴുവൻ ഒരുമിച്ച്, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഇൻഡിവിജ്വലും ഒരുമിച്ച് കൊണ്ടുവന്നേ പറ്റൂ. അവരെ ആ ടുഗദർ ഒരു പിൻ പോയിന്റിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ അവിടെ അവരെ കൊണ്ടുവരാൻ പറ്റിയ പോയിന്റ്സ് എന്തൊക്കെയാണ്, വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഈ ഓരോ ഇൻഡിവിജ്വലിന്റെയും ഈ ക്വസ്റ്റ്യൻസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഹൗ ദേ ഡിഫർ ഫ്രം വൺ അനദർ. ഡിഫറെന്റ് ആണെന്ന് അറിയാം, ഓരോ ഇൻഡിവിജ്വലും ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും ഡിഫറെന്റ് ആണ്, ടോട്ടലി ഡിഫറെന്റ് ആണെന്ന് അറിയാം. ഹൗ, എങ്ങനെ ഡിഫറെന്റ് ആണ്, ഇയാൾക്കും അയാൾക്കുമുള്ള വ്യത്യാസം എന്താണ്, പേഴ്സണൽ വാല്യൂസിലുള്ള വ്യത്യാസം എന്താണ്, പേഴ്സണാലിറ്റീസിലുള്ള വ്യത്യാസം എന്താണ്, ആറ്റിറ്റ്യൂഡ്സിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുക, ഡിഫറൻസ് ഉണ്ടാവുക മെയിൻ ആയിട്ട് ആറ്റിറ്റ്യൂഡ്സിലായിരിക്കും. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻസസ് എൻവയോൺമെന്റിൽ തനിയെ പഠിച്ചെടുത്തതാണ്. വളർന്നു വന്ന സിറ്റുവേഷൻ, പഠിച്ച സിറ്റുവേഷൻ, സ്കൂള്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇൻഡിവിജ്വലിന് ആ ക്യാരക്ടർ ആ ബിഹേവിയറിലേക്ക് വന്നിട്ടുണ്ടാവുക. ആ ബിഹേവിയറിനെ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യാൻ കൾച്ചർ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യാൻ നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബിഹേവിയറിനെ നമുക്ക് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനനുസരിച്ച് ചേഞ്ച് ചെയ്ത് പ്രസന്റ് ചെയ്യാനാണ് നമുക്കൊരു കൾച്ചർ വേണ്ടത്. അവിടെയാണ് കൾച്ചർ വർക്ക്ഔട്ട് ആവുന്നത്. അതിനെയാണ് ലേണിംഗ് ബിഹേവിയറിനെയാണ് നമ്മൾ കൾച്ചർ, ഇവിടെ എവിടെയോ വരുന്നുണ്ട്, ലേണിംഗ് ബിഹേവിയറിനെയാണ് കൾച്ചർ എന്ന് പറയുന്ന ഒരു പോയിന്റ്. അങ്ങനെ പഠിച്ചെടുത്തിട്ട് ബിഹേവിയറിനെ പ്രസന്റ് ചെയ്യുന്നതാണ് കൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, നമ്മൾ ഇപ്പോഴുള്ള സിറ്റുവേഷന് വേണ്ടി ഒന്നും മാറാൻ തയ്യാറല്ല. ഞാൻ തന്നെയായിട്ട് ബിഹേവ് ചെയ്യും, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യും, അങ്ങനെ വിചാരിക്കുമ്പോൾ അവിടെ കൾച്ചർ ഒന്നും ആവശ്യമില്ല. കൾച്ചർലെസ്, ഒരു കൾച്ചറിലും ആവശ്യമില്ല, അവിടെ ഒരു കൾച്ചറും ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. Then, to what extent social learning is associated to motivational level of individual? Social learning അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതൊരു ഓർഗനൈസേഷനിൽ ഒരു ഇൻഡിവിജ്വലിന് മാനേജ്മെന്റിന് ആൻസർ ചെയ്യേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമൊന്നുമല്ല. ഒരു ഇൻഡിവിജ്വലിന് ഈ സൊസൈറ്റിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ റെപ്യൂട്ടേഷനിൽ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിനെ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ഇറ്റ് ഇസ് ഡിഫറെന്റ്. സൊസൈറ്റിയിലുള്ളവരെയൊക്കെ നമ്മൾ എന്തിനാ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ളവരൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കി കാണുന്നതുകൊണ്ട് ഐ ഡോണ്ട് ബോദർ, അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ളവർ എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഐ ഹാവ് ടു ബിഹേവ് ലൈക്ക് ദിസ്, അങ്ങനെ വിചാരിക്കുന്നവര്. അപ്പൊ ഇവിടെയൊക്കെ സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെന്റ് ഓഫ് സോഷ്യൽ ലേണിംഗ് എങ്ങനെയാണ് മോട്ടിവേഷണൽ ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ലെവലിന്റെ മോട്ടിവേഷനിലേക്ക്, ഒരു ഇൻഡിവിജ്വലിന്റെ മോട്ടിവേഷണൽ ലെവലാണിത്. ഇൻസ്പിറേഷൻ കിട്ടുന്നത് നമുക്ക് അവിടെ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തനിയെ ഉയർന്നു വരാൻ, ആരുടെയും ഇതില്ലാതെ നമുക്ക് തനിയെ ഉയർന്നു വരാൻ കിട്ടുന്നതും ഇതേ ബിഹേവിയറിൽ നിന്നായിരിക്കും. ഈ എക്സ്റ്റെന്റ് ഓഫ് സോഷ്യൽ ലെവൽ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ലെവലിന്റെ പ്രഷർ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഡിപ്രസ് ആയി പോകുന്നത്. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വലിന്റെയും ആ എക്സ്റ്റെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെയൊക്കെ ആയിരിക്കും ഒരു മാനേജ്മെന്റിന് സൊല്യൂഷൻ കൊടുക്കേണ്ടി വരുന്ന, ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലം. സോ ഇഫ് യു ആർ എ മാനേജർ, you have to face these problems, and if you are working in an organization, not a manager, then you have to please all these questionിലേക്ക് ഒന്നും അവരെ എത്തിക്കാതിരിക്കാൻ you can work out, അല്ലെങ്കിൽ you can behave. അതിനാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. Then all these generalizations are associated with the learning which occurs throughout a person's life. ഈ എല്ലാ ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ജനറലൈസേഷനും ഓരോ ഇൻഡിവിജ്വലിനെയും ബാധിക്കുന്ന വിഷയമാണ്. if he is working in an organization or not, അല്ല ഒരു സൊസൈറ്റി. എനിവേ ഹ്യൂമൻ ബീങ് ഒരു സോഷ്യൽ അനിമൽ ആണ്. അപ്പോ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലോട് മിങ്കിൾ ആയിരിക്കും, ഒരിക്കലും ഒറ്റയ്ക്ക് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോ ഏതെങ്കിലും ഓർഗനൈസേഷൻ ഒരു സൊസൈറ്റി ആയിരിക്കാം, ഫാമിലി എന്നൊരു സൊസൈറ്റി ആയിരിക്കാം, നമ്മളുടെ നാട് എന്നൊരു സൊസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്നൊരു സൊസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നൊരു സൊസൈറ്റി ആയിരിക്കും. എവിടെയെങ്കിലും നമ്മൾ മിങ്കിൾ ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഓരോ ഇൻഡിവിജ്വലിനും പ്രസന്റ് ചെയ്യേണ്ട വിധത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഓൾവേസ് എ ക്വസ്റ്റ്യൻ. നമ്മളെ ഡീൽ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായി. സോ
So ഇവിടെ learning and motivation are the main focus of psychology. Learning and motivation. സൈക്കോളജിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ മൈൻഡിലുള്ള ചേഞ്ചസ് അത് തനിയെ ലേണിങ്ങിലൂടെ കിട്ടാം. പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്നും കിട്ടാം. അല്ലെങ്കിൽ മോട്ടിവേഷൻ, മറ്റൊരാളിൽ നിന്നുമുള്ള ഇൻസ്പിറേഷൻ, മോട്ടിവേഷനിൽ നിന്ന് കിട്ടാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിലേഷൻഷിപ്പ് വിത്ത് others. And its application to the field of organization. ഇത് പഠിച്ചെടുത്തു, മോട്ടിവേഷൻ കിട്ടി, മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചെടുത്തു, അല്ലെങ്കിൽ സ്വയം പഠിച്ചു, വായിച്ചു പഠിച്ചു, അല്ലെങ്കിൽ സിനിമയോ അങ്ങനെ വല്ലതും കണ്ട് അതിലത്തെ ഓരോ പോയിന്റിൽ നിന്ന് നമ്മൾ പല ബിഹേവിയേഴ്സും പഠിച്ചു, അല്ലെങ്കിൽ പലതും പഠിച്ചെടുത്തു. ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇറ്റ് ഇസ് നോട്ട് ഈസി. പഠിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇറ്റ് ഇസ് ടു ടഫ് ടു ഇംപ്ലിമെന്റ്. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിലും ടഫാണ്. അവിടെ ഓർഗനൈസേഷനിൽ ഒരു സൊസൈറ്റിയുടെ ബിറ്റ്വീനിൽ നമ്മളത് അമിഡ്സ്റ്റ് സൊസൈറ്റി വി ഹാവ് ടു ഇംപ്ലിമെന്റ്. അതിന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവിടെയാണല്ലോ. അപ്പൊ ദാറ്റ് ഇസ് ടു ഡിഫിക്കൽട്ട് അവിടെ. അപ്പൊ ഒരു ബേസിക് നോളജ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇസ് ഇമ്പോർട്ടന്റ് ഇൻ വർക്ക് ഡിസൈൻ, ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം, റിവാർഡ് പ്രോഗ്രാംസ്, ഇഷ്യൂസ് ആർ ഫോളോയിങ് വിത്തിൻ ഡൊമൈൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പൊ ഈ എല്ലാ കാറ്റഗറീസും ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ അകത്ത് വരുന്ന ഇഷ്യൂസ് ആണ്. കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, വീണ്ടും വീണ്ടും പഠിക്കുന്ന പോയിന്റ്സ് ആണ് നമ്മൾ. അപ്പൊ സൈക്കോളജി എന്നൊരു പാർട്ട്, ഒരു സൊസൈറ്റിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിന്റെ പാർട്ടിൽ സൈക്കോളജി ഇസ് എ മെയിൻ പാർട്ട്. സൈക്കോളജിയിൽ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വൈഡ് ആണ്. അതിൽ കുറച്ച് പോയിന്റ് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൽ സയന്റിഫിക് ബിഹേവിയർ, സ്റ്റഡി ഓഫ് സയന്റിഫിക് ബിഹേവിയർ, ഓരോ ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയറും പഠിക്കണം. ആ ബിഹേവിയർ ഏത് എൻവറോൺമെന്റിലാണ് ചേഞ്ച് ആവുന്നത് പഠിക്കണം. വൈ ഇറ്റ് ഇസ് ചേഞ്ചിങ് പഠിക്കണം. അതിന്റെ ഗോൾ എന്താണെന്ന് പഠിക്കണം. അതിന്റെ കോമൺ, ഇവരെയൊക്കെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ കോമൺ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു പഠിക്കണം. അതിനനുസരിച്ച് എൻവറോൺമെന്റിനെ മാറ്റണം, അല്ലെങ്കിൽ പേഴ്സണെ മാറ്റണം, അല്ലെങ്കിൽ സിറ്റുവേഷനെ മാറ്റണം, ബിഹേവിയറിനെ മാറ്റണം. സോ ഓൾ ദീസ് കൺസിഡേഴ്സ്, ഇതെല്ലാം ഒരു ഓർഗനൈസേഷന്റെ ബിഹേവിയറിൽ സൈക്കോളജി എന്ന പാർട്ടിൽ വരുന്നുണ്ട്. ഒരു ഓർഗനൈസേഷന്റെ ബിഹേവിയറിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതിനെ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സോഷ്യോളജി. സോഷ്യോളജി ഒരു അതായത് ഓരോ ഇൻഡിവിജ്വൽ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, അതായത് പ്രസന്റ് ചെയ്യുന്ന ബിഹേവിയർ, അത് ആ ഇൻഡിവിജ്വൽ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ് ബിഹേവിയർ ആയിരിക്കാം, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ബിഹേവിയർ ആയിരിക്കാം. ഒരു ഇൻഡിവിജ്വൽ അയാൾ തനിയെ ഉള്ളപ്പോൾ പ്രസന്റ് ചെയ്യുന്ന പ്രസന്റേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ തനിയെ അയാളുടെ ക്യാരക്ടർ, തനിയെ ഇരിക്കുമ്പോൾ അയാളുടെ ക്യാരക്ടർ എന്താണ്, ദാറ്റ് ഇസ് സൈക്കോളജി. ശരിക്കും സോഷ്യോളജി എന്ന് പറയുന്നത് ഇഫ് എ പേഴ്സൺ ഡീൽസ് വിത്ത് അനദർ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനോ മറ്റു ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ദാറ്റ് പേഴ്സൺ ബിഹേവ്സ് ഡിഫറെന്റ്ലി. ആ പേഴ്സന്റെ ബിഹേവിയറിൽ ഒബ്വിയസ്ലി there's a change. അതാണ് സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. They have made a great contribution through their study of group behavior in organization. Organizationally group behavior. ഓരോ ഇൻഡിവിജ്വലിന്റെയും മൈൻഡ്, മോട്ടിവേഷൻ, ബിഹേവിയർ ഇസ് ഡിഫറെന്റ് ഫ്രം ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഗ്രൂപ്പിന് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്രൂപ്പ്, ഗ്രൂപ്പിനിടയിൽ അമിഡ്സ് ദ ഗ്രൂപ്പിൽ, ഓർഗനൈസേഷനിൽ ഒരു അമിഡ്സ് ദ ഗ്രൂപ്പിൽ ഒരാളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവും. തനിയുള്ള ഒരാൾക്ക് വേറൊരു ചേഞ്ച്, വേറൊരു പേഴ്സൺ ആയിരിക്കും. ആൻഡ് ഇവിടെ ഇതൊരു ഫോർമൽ ആൻഡ് കോംപ്ലക്സ്, പർട്ടിക്കുലർലി ഫോർമൽ ആൻഡ് കോംപ്ലക്സ് ഓർഗനൈസേഷൻ. ഇവിടെ these techniques help significantly to understand better the group dynamics, organizational culture, formal communication, power, conflict, and intergroup behavior. Intergroup behavior എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പ്, ഓർഗനൈസേഷനിൽ തന്നെ പല ഗ്രൂപ്പ്സ് ഉണ്ടാവും, പല ഇൻഡിവിജ്വൽ ഉണ്ടാവും. ആ ഇൻഡിവിജ്വലൊക്കെ ഗ്രൂപ്പുകളായിരിക്കും, പല ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ് ഹൗ ദേ ബിഹേവ്, അതും സോഷ്യോളജി ഡീൽ ചെയ്യുന്ന വിഷയമാണ്. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പവർ, ബ്യൂറോക്രസി, കമ്മ്യൂണിക്കേഷൻ പവർ, ഇതൊക്കെ സോഷ്യോളജി ഡീൽ ചെയ്യുന്ന വിഷയമാണ്. സോ psychologists are primarily interested in focus their attention on the individual behavior. Psychology എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയറിന് അറ്റൻഷൻ കൊടുക്കുന്ന ഒരു സയൻസ് തന്നെയാണ്. ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ടു അതേഴ്സ്, സോഷ്യോളജിയിലേക്ക് വരുമ്പോഴേക്കും അതേഴ്സും കൂടെ അതിൽ ഇൻക്ലൂഡ് ആവും, അല്ലെങ്കിൽ ആ സൊസൈറ്റി എന്ന് പറയുന്ന അതും കൂടെ, ആ ഗ്രൂപ്പും കൂടെ അതിൽ ഇൻക്ലൂഡ് ആവും. ഗ്രൂപ്പ് ടു ഗ്രൂപ്പ്, ഇന്റർ ഗ്രൂപ്പും കൂടെ ഇൻക്ലൂഡ് ആവും സോഷ്യോളജിയിൽ വരും. ഇതിന് കീ കൺസെപ്റ്റ് സോഷ്യോളജിയിൽ എന്തൊക്കെയാ പറയുന്നത്? 3 സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്.
Sociology deals with human interaction, and this interaction is the key influencing factor among people in social settings. ഒരു social settings interactions ആണ്, human interaction. സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് തന്നെ ഹ്യൂമൻ ഇന്ററാക്ഷൻ ആണ്. ഒരാൾ മറ്റൊരാളോട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ഈ ഇന്ററാക്ഷൻ ആണ് ഒരു സോഷ്യൽ സെറ്റിങ്സ് ഉണ്ടാക്കുന്നത്. അതായത് അതിനൊരു എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു സ്കൂൾ ടീച്ചേഴ്സ് ആണെന്ന് വിചാരിക്കാം. സ്കൂൾ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിനകത്ത് എല്ലാ ടീച്ചേഴ്സിന്റെ ഇടയിൽ യു വിൽ ഇന്ററാക്ട് വിത്ത് അതർ ടീച്ചേഴ്സ്. That is one kind of interaction. അതൊരു different kind of interaction. Family matters ആയിരിക്കാം, friends ആയിരിക്കാം, personal matters ആയിരിക്കാം, funny matters ആയിരിക്കാം, സിനിമയെ കുറിച്ചായിരിക്കാം, public matters ആയിരിക്കാം, ആ സ്കൂളിനെ കുറിച്ചായിരിക്കാം. This is one kind of interaction. ആ ഇന്ററാക്ഷന്റെ ലെവലിൽ നിന്നാണ് ആ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സെറ്റിങ്സ് ഉണ്ടാവുന്നത്. ആ സൊസൈറ്റിയിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ്, ഒരു ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസ് ക്രിയേറ്റ് ആവുന്നത് ആ ഇന്ററാക്ഷനിലൂടെയാണ്. സോ ദ ഇന്ററാക്ഷൻ ഹൗ ഷുഡ് ബി ദാറ്റ്, ഹൗ ഷുഡ് യു ഇന്ററാക്ട്, എന്തായിരിക്കും ആ ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ററാക്ട് ചെയ്താൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. അതർവൈസ് മാനേജ്മെന്റിന് അത് കണ്ടുപിടിക്കണം, ഈ ഒരു ഇൻഡിവിജ്വൽ മാത്രം ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കുറെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കുറെ കറക്ഷൻസ് ചെയ്യുന്നുണ്ട്, ഈ ഇൻഡിവിജ്വൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് this may create some problems, അല്ലെങ്കിൽ this may create some good result. ഇങ്ങനെ മാനേജ്മെന്റ് അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. If each and every individual understands what is the result of our behavior, നമ്മളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ സെറ്റിംഗ്സ്, ആ സോഷ്യൽ സെറ്റിംഗ്സ് ഓരോ ഇൻഡിവിജ്വലിന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോഷ്യോളജി ഇസ് എ സ്റ്റഡി ഓഫ് പ്ലൂറൽ ബിഹേവിയർ. അതാണ് നേരത്തെ പറഞ്ഞത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ സോഷ്യോളജി ഇസ് എ സ്റ്റഡി ഓഫ് പ്ലൂറൽ ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിനോട് അല്ലെങ്കിൽ അതർ ഇൻഡിവിജ്വൽസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നത്. അപ്പൊ മറ്റു ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനെയും പഠിക്കണം. സോഷ്യോളജിയിൽ പഠിക്കുമ്പോൾ അതർ ഇൻഡിവിജ്വൽസ് എന്താ തിങ്ക് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെ റിയാക്ട് ചെയ്യും, അതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും എന്നുകൂടെ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. അവിടെ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സോഷ്യോളജിയിൽ വരുന്നത്. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സോഷ്യൽ സിസ്റ്റംസ്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് ചില സിസ്റ്റംസ് ഉണ്ട്, ആ സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കാം. ദെൻ ഓപ്പറേഷണൽ സോഷ്യൽ യൂണിറ്റ് ദാറ്റ് ഇസ് സ്ട്രക്ചർഡ് ടു സെർവ് എ പർപ്പസ്. എന്തിനാണ് ഇങ്ങനെ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്? അതൊരു ഓപ്പറേഷണൽ സോഷ്യൽ യൂണിറ്റ് ആണ്. ഒരു പർപ്പസിന് വേണ്ടി, ഒരു പർട്ടിക്കുലർ പർപ്പസിലേക്ക് റീച്ച് ആവാൻ വേണ്ടി ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷണൽ സോഷ്യൽ യൂണിറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. Then 2 or more persons of different status with different roles playing a different pattern that is sustained by physical and cultural base. എന്തൊക്കെ തരത്തിലുള്ള, നേരത്തെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ബിഹേവിയറിൽ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ കൾച്ചർ കൊണ്ടാവാം, അവരുടെ എൻവറോൺമെന്റ് കൊണ്ട്, അവർ വളർന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, ഹെറിഡിറ്ററി ആവാം, അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷനിൽ നിന്നാവാം അവരുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞു. ഒരു സൊസൈറ്റിയിൽ ചേഞ്ചസ് എങ്ങനെയൊക്കെയാ വരുന്നത്? അവരുടെ സ്റ്റാറ്റസിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം. റോൾസ് പ്ലേയിങ്, അവർ എന്ത് റോളാണോ ആ സൊസൈറ്റിയിൽ ചെയ്യുന്നത് അതിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് പാർട്ട് ഇൻ എ പാറ്റേൺ ദാറ്റ് ഇസ് സസ്റ്റെയിൻ ബൈ എ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ബേസ്. അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് കൾച്ചർ ബേസിൽ അവരുടെ ഫിസിക്കലി ഓർ കൾച്ചറലി അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. ഈ ചേഞ്ചസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സോഷ്യോളജി. ദാറ്റ് ഇങ്ങനെ നമ്മൾ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള മറ്റു ആളുകളുടെ റിയാക്ഷൻസ് ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് സൊസൈറ്റി. അവിടെ ഓരോ ഇൻഡിവിജ്വലിനും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് സൊസൈറ്റി. അപ്പൊ അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് സോഷ്യോളജി എന്നുള്ളൊരു പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ സിസ്റ്റമിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെയാണ് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പീപ്പിൾ ഓർ ആക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പീപ്പിൾ ഓർ ആക്ടേഴ്സ്, ജനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ആക്ടേഴ്സ് ആണ്. വി ആർ ഓൾ ആക്ടേഴ്സ്. നമ്മളൊന്നും നാച്ചുറലി ബിഹേവ് ചെയ്യുന്നവരല്ല. അപ്പൊ നമ്മളൊക്കെ സോഷ്യൽ അനിമലാണ്. ഹ്യൂമൻ ബീങ്സ് സോഷ്യൽ അനിമൽ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ഈച്ച് ആൻഡ് എവറി മിനിറ്റ് വി ഡിപ്പെൻഡ് അപ്പോൺ ദ അതർ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആക്ടേഴ്സ് ആണ്. ആ പേഴ്സന്റെ മുന്നിൽ നമ്മളത് ആക്ട് ചെയ്യുന്നതാണ്. ആക്ടേഴ്സ്, വി ആർ ഓൾ ആക്ടേഴ്സ്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലാത്തൊരു സമയം എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആൻഡ് ചൈൽഡ്ഹുഡ്. അവിടെ ആക്ടിങ് അല്ല. ഓൾഡ് ഏജും സൈക്കോളജി അറിഞ്ഞു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയാൽ വി ആർ ഓൾ ആക്ടേഴ്സ്. ചൈൽഡ്ഹുഡിൽ നമ്മൾ ആക്ടേഴ്സ് അല്ല, നാച്ചുറൽ ആണ്. എന്താണോ നമ്മളുള്ളത്, നമ്മൾ എന്താണോ ആ സമയത്ത് ഉറങ്ങണം തോന്നുന്നു ഉറങ്ങും, എണീക്കണം തോന്നുന്നു എണീക്കും, കരയണം തോന്നുമ്പോൾ കരയും, ചിരിക്കണം തോന്നുമ്പോൾ ചിരിക്കും.
സോ വി ആർ നോട്ട് ആക്ടേഴ്സ് അല്ല. ഒരു സൈക്കോളജി പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ ആയി മാറിക്കഴിഞ്ഞാൽ ഇവിടെ കരയണം, അവിടെ കരയരുത്, ഇവിടെ ചിരിക്കണം, ഇവിടെ ചിരിക്കരുത് എന്ന് നമുക്ക് തിരിച്ചറിയും. വി ആർ ആക്ടിങ്. ഇവിടെ കരയണമെന്ന് തോന്നും, പക്ഷെ അവിടെ കരയില്ല. അപ്പൊ വി ആർ ആക്ടിങ്. അവിടെ ചിരിക്കണമെന്നും ഭയങ്കര പൊട്ടിച്ചിരിക്കണം, ഭയങ്കര വലിയ പബ്ലിക് മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു 10 പേര് അടങ്ങുന്ന ഒരു മീറ്റിംഗ് ആണ്, അവിടെ ചിലത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കണമെന്ന് തോന്നും, പക്ഷെ അവിടെ ചിരിക്കാൻ പറ്റില്ല. അപ്പൊ വി ആർ ആക്ടിങ്. സോ പീപ്പിൾ ആർ ആക്ടേഴ്സ്. ആക്ട്സ് ഓർ ബിഹേവിയർ. അപ്പൊ അതില് ആക്ട്സ് വേറെയാണ്, ആക്ഷൻസ് വേറെയാണ്, ബിഹേവിയർ. ആക്ട് വേറെയാണ്, ബിഹേവിയർ വേറെയാണ്. ബിഹേവിയർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, അതിന് കൾച്ചർ ഒന്നും ആവശ്യമില്ല, ലേണിംഗ് ആവശ്യമില്ല, മോട്ടിവേഷൻ ആവശ്യമില്ല. നാച്ചുറലി എന്താണോ ഉള്ളത് അത് അങ്ങനെ പ്രസന്റ് ചെയ്യുക, അതിനെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ആക്ട് എന്ന് പറയുന്നത് സിറ്റുവേഷനിൽ നിന്ന്, എൻവറോൺമെന്റിൽ നിന്ന്, ഇൻഡിവിജ്വലിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നൊക്കെ ലേണിംഗ് മോട്ടിവേഷനിലൂടെ ഒക്കെ പഠിച്ചെടുത്ത ക്യാരക്ടർ, ലേൺഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ അതിനെയാണ് ആക്ട്, അതിനെയാണ് ബിഹേവിയർ, ആക്ടിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് സൊസൈറ്റിയിൽ ഇറ്റ് ഇസ് മസ്റ്റ്. ദെൻ ഗോൾസ്. ഓരോ ഇൻഡിവിജ്വലിന്റെയും ഗോൾസ് ഡിഫറെന്റ് ആയിരിക്കും, എയിം ഡിഫറെന്റ് ആയിരിക്കും, എക്സിസ്റ്റിംഗ് എയിം ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ എയിം ഇറ്റ്സ് യുണീക് ഫ്രം ഓൾ അതർ പേഴ്സൺസ്. എല്ലാവരും, ഞാൻ മാത്രമല്ല, ദ നെക്സ്റ്റ് പേഴ്സൺസിന്റെ എയിം വേറൊന്നായിരിക്കും, ഇതൊന്നും ആയിരിക്കില്ല. ഇവിടെയുള്ള ആരുടെയും എയിം ആയിരിക്കില്ല ആ വ്യക്തിക്ക് ഉണ്ടാവുക. സോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് ഗോൾസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ആസ് പെർ ദ ഗോൾ ഹി വിൽ ബിഹേവ് ഓർ ആക്ട്. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ആ ഇൻഡിവിജ്വൽ ആക്ട് ചെയ്യും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യും. സോ അതിനെ കുറിച്ച് അറിയണം. നോംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൺട്രോളിങ് കണ്ടക്ട് ഓർ ബിഹേവിയർ. ബിഹേവിയറിനെയും നമ്മളുടെ കണ്ടക്റ്റിനെയും കൺട്രോൾ ചെയ്യാനുള്ള ആക്ട്സ് ആൻഡ് നോംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ മാനേജ്മെന്റിന് അറിയും. അപ്പൊ മാനേജ്മെന്റ് നമ്മളെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്കത് സ്ട്രെസ് ആയിട്ട് തോന്നും, പ്രഷർ ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് തന്നെ അറിയുമെങ്കിൽ ആ റെഗുലേഷൻസും കൺട്രോളിങ് ആക്ട്, ബിഹേവിയർ എന്താണ്, അതിന്റെ കൺട്രോൾ എവിടെയാണ്, അത് എവിടെ കൺട്രോൾ ചെയ്യണം, എവിടെ ബിഹേവ് ചെയ്യണം എന്ന് ഓരോ ഇൻഡിവിജ്വലിനും, ആ ഓർഗനൈസേഷനിലുള്ള ഓരോ ഇൻഡിവിജ്വലിനും അറിയുമെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ ടു മാനേജ്. അവിടെ പ്രഷർ ഇല്ല, സ്ട്രെസ് ഇല്ല. അവിടെ ആ ഇൻഡിവിജ്വലിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റെഗുലേഷൻസ്, റൂൾസ് അറിയില്ല, കൺട്രോൾ ചെയ്യാൻ അറിയുന്നില്ല ബിഹേവിയർ. അപ്പോൾ മാനേജ്മെന്റ് സ്ട്രെസ് കൊടുക്കേണ്ടി വരും, പ്രഷർ കൊടുക്കേണ്ടി വരും. ബിലീവ്സ് ഹെൽഡ് ബൈ പീപ്പിൾ ആസ് ആക്ടേഴ്സ്. അവിടെ ചില വിശ്വാസങ്ങളുടെ ബിലീവ്സ്, അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ, അതിനൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ പീപ്പിൾ ആസ് ആക്ടേഴ്സ്, അതായത് പീപ്പിൾ ആക്ടേഴ്സ് ആണെന്നുള്ളത് ബിലീവ്സ് ഹെൽഡ് ബൈ ദ പീപ്പിൾ തന്നെയാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സിസ്റ്റൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്കൊന്നും ഇപ്പൊ ഇത് ആക്ടിങ് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സെക്കൻഡ് വ്യൂ തോന്നാം. വി ആർ ഓൾ ആക്ടേഴ്സ് എന്ന് പറയുന്ന സെക്കൻഡ് വ്യൂ. നമ്മളൊക്കെ നാച്ചുറലി ജീവിക്കുന്നത്. ഇപ്പൊ ഒന്നും പൊതുവെ പഴയ കാലത്തൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് മാത്രമാണ് ആക്ടിങ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായത്. ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യുന്നതാണ് ആക്ടിങ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായത്. അതല്ല, അത് അറിയാൻ പറ്റണം. എല്ലാ പീപ്പിൾ ആർ ആക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് അതിലേക്ക് ഒരു എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. ആ കൺസെപ്റ്റിനോട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ശരിക്കും ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ സ്റ്റാറ്റസ് ആൻഡ് സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരാളുടെ സൈക്കോളജി, ഒരാളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ ഒരാളുടെ മൈൻഡ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. സ്റ്റാറ്റസിൽ നിന്ന് വായിച്ചു. ഹീസ് എ ഫണ്ണി പേഴ്സൺ, ഹീസ് എ ലോജിക്കലി തിങ്കിങ് പേഴ്സൺ, ഹീസ് എ സീരിയസ് പേഴ്സൺ, ഹീസ് എ നോർമൽ പേഴ്സൺ, ഹീസ് വെരി അബ്നോർമൽ പേഴ്സൺ, അല്ലെങ്കിൽ ഹീസ് ഒരു മെന്റലി റിട്ടയർഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഹീസ് എ ഹൈലി തിങ്കിങ് പേഴ്സൺ. ഇങ്ങനെ ഓരോ സ്റ്റാറ്റസിന്റെ കണ്ടിന്യൂഷൻ നോക്കി കഴിഞ്ഞാൽ വി ക്യാൻ റീഡ് ദറ്റ് പേഴ്സൺ. അവിടെ സ്റ്റാറ്റസ് ആൻഡ് അത് പറഞ്ഞു തന്നതല്ല, നമ്മളുടെ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ്, അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ഒരു ഇൻഡിവിജ്വലിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്സർവ് ദ സ്റ്റാറ്റസ്. ആ ആളുടെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ വൈ ഹി ബിക്കെയിം ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് എങ്ങനെ അവിടെ വന്നു, എങ്ങനെ ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് അവിടെ വന്നു എന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാറ്റസ് റിലേഷൻഷിപ്പ്, ആ സ്റ്റാറ്റസിനോട് എൻവിറോൺമെന്റിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് വി ക്യാൻ ഒബ്സർവ്. അതോറിറ്റി ഓഫ് പവർ ടു ഇൻഫ്ലുവൻസ് അതർ ആക്ടേഴ്സ്. നമ്മളുടെ പവർ ആൻഡ് അതോറിറ്റി മറ്റ് ആക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വൈഡായിട്ട് പറയേണ്ട വിഷയമാണ് ഇതൊക്കെ. റോൾ എക്സ്പെക്ടേഷൻസ്, റോൾ പെർഫോമൻസ് ആൻഡ് റോൾ റിലേഷൻഷിപ്പ്. ഒരു ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ
ഒരു ഓർഗനൈസേഷൻ എന്നുള്ളത് സൊസൈറ്റിയാണ്, ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റോൾ എക്സ്പെക്ടേഷൻസ്, നമ്മളുടെ റോൾ എന്താണെന്ന് വി ഹാവ് ടു എക്സ്പെക്ട്. നമ്മളുടെ റോളിലേക്ക് നമുക്കൊരു റോൾ വേണമെന്ന് എക്സ്പെക്ട് ചെയ്യണം ആദ്യം, റോൾ പെർഫോമൻസ്. എന്നിട്ട് എക്സ്പെക്ട് ചെയ്ത് കിട്ടിയ റോളിനെ പെർഫോം ചെയ്യണം. ആൻഡ് ദ റോൾ റിലേഷൻഷിപ്പ്, നമ്മളുടെ റോളിനെ ഈ സൊസൈറ്റിയിലുള്ള അതർ മെമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണം. എന്റെ റോൾ എനിക്ക് കിട്ടി, ഞാനത് നന്നായി പെർഫോം ചെയ്ത് ഞാൻ മാത്രമാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എന്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ് ഈ പെർഫോമൻസിലുള്ളത്, എന്റെ തലയും എന്റെ കൈ മാത്രമാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം റോൾ റിലേഷൻഷിപ്പ്, ഈ റോള് എന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ എനിക്ക് ഈ ഓർഗനൈസേഷനിലുള്ള മറ്റ് ഇൻഡിവിജ്വൽസിന്റെ ബ്രെയിൻ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തു, ദെൻ അവരുടെ ടൈം എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തു, അതാണ് റോൾ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇത് ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കണമെന്നാണ്. ദെൻ അപ്പൊ ഇങ്ങനെ ഓരോ പീപ്പിളിന്റെയും ഓരോ ഇൻഡിവിജ്വലിന്റെയും ആക്ടിങ്ങും ബിഹേവിയറും അവരുടെ ഗോളും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു കൺട്രോൾ ബിലീവ്, ദെൻ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ദെൻ അവരുടെ പവർ, ദെൻ പെർഫോമൻസ്, അവരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ ഡിഫറെന്റ് റോൾസ് എന്താണ്, സ്റ്റാറ്റസ്, ഡിഗ്രി ഓഫ് അതോറിറ്റി എന്താണെന്ന് അറിയാൻ പറ്റും. ദെൻ ഓർഗനൈസേഷൻ അറ്റംപ്റ്റ്സ് ടു അച്ചീവ് സർട്ടൻ ജനറലൈസ്ഡ് ആൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ അറ്റംപ്റ്റ്സ് ടു അച്ചീവ്, ഓർഗനൈസേഷൻ എപ്പോഴും എന്തിനാണ് അറ്റംപ്റ്റ് ചെയ്യുക, ഒരു സർട്ടൈൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, സ്പെസിഫിക് എയിം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ജനറലൈസ്ഡ് എയിം ഉണ്ടാവും. അത് അബ്സ്ട്രാക്റ്റ് ആണല്ലോ, അവിടേക്ക് എത്തണം, ഇത്ര ഒരു വർഷം ഇങ്ങനെ വർക്ക്, ഇങ്ങനെ ഓർഗനൈസേഷൻ ഇത്ര മെമ്പേഴ്സ് ഇത്ര സമയം വർക്ക് ചെയ്താൽ ഇത്ര പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അബ്സ്ട്രാക്റ്റ് ആണ്. ആ അബ്സ്ട്രാക്ട് എൻഡിലേക്ക് വി ഹാവ് ടു കോൺട്രിബ്യൂട്ട്, ഈ റോൾസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. Develop the company. And such as development of the company loyalty, the organization leaders appeal to share cultural base. ആ കമ്പനിയുടെ ലോയാലിറ്റി മനസ്സിലാക്കി അതിലൂടെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. ഇത് പറയുമ്പോൾ നമ്മളെ എക്സാമ്പിൾ വെച്ച് പറയാം, അല്ലെങ്കിൽ ഒരു കോമൺ ഓർഗനൈസേഷനിൽ ഒരു ഇൻഡിവിജ്വലിനെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇൻഡിവിജ്വലിനെ എക്സാമ്പിൾ വെച്ച് നമ്മളെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഇറ്റ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ ഇനി ഫൈനൽ അതിൽ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. 3-4 പോയിന്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യോളജി എന്ന ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇത് എന്തിനോടൊക്കെ അസോസിയേറ്റഡ് ആവുന്നു എന്നാണ് ആ പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒബ്സർവേഷൻ ആൻഡ് റീസണിങ്, നോട്ട് ഓൺ സൂപ്പർനാച്ചുറൽ റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട് ആർ നോട്ട് സ്പെക്കുലേറ്റീവ്. അപ്പൊ ഒരു എംപെരിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു എംപെരിക്കൽ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നത് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് റീസണിങ്. ഒരു ഇൻഡിവിജ്വലിനെ ഒബ്സർവ് ചെയ്ത് അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന്റെ റീസൺസ് എന്താണെന്ന് കണ്ടെത്തുമ്പോൾ, ഒരു സൂപ്പർ നാച്ചുറൽ പവർ കണ്ടെത്തുക എന്നുള്ള, അയാൾക്ക് ഇങ്ങനെയൊക്കെ എൻവിറോൺമെന്റ് കൊടുത്താൽ അയാൾക്ക് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. അതൊരു സ്പെക്കുലേറ്റീവ്, നമുക്ക് ആബ്സ്ട്രാക്ട് ഐഡിയാസ് ആയിരിക്കും, അത് അവിടേക്ക് കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റില്ല എന്നല്ല, അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല, സ്പെക്കുലേറ്റീവ് റിസൾട്ട് ആയിരിക്കണം എന്നില്ല. അബ്സ്ട്രാക്ട് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഇമാജിനേഷൻ ചെയ്യാനേ പറ്റുള്ളൂ. ഒരു ഇൻഡിവിജ്വലിനെ ഒബ്സർവ് ചെയ്ത് റീസണിങ് ചെയ്ത് വന്നാല് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു 2 മിനിറ്റ് നോക്കുന്നതല്ല. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വാച്ചിങ് ത്രൂ ഔട്ട് ദ ഇയർ, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ മന്ത്, ത്രൂ ഔട്ട് ദ ഡേ വാച്ചിങ്, അവരുടെ എല്ലാ ആക്ടിവിറ്റീസും അവരുടെ എല്ലാ ബിഹേവിയറും എല്ലാ മൂവ്മെന്റ്സും വാച്ച് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് അതിന്റെ റീസണിങ്, അതിൽ എന്താണ് അവരിങ്ങനെ ബിഹേവിയർ ചെയ്യുന്നതിന്റെ എൻവിറോൺമെന്റ് എന്താണ്. എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് അതർ ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി, ആ സൊസൈറ്റിയിലുള്ള അതർ ഇൻഡിവിജ്വൽസിന്റെ റിയാക്ഷൻസ്, ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, അവരുടെ സൈക്കോളജി, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഇങ്ങനെ ആയിത്തീരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് അങ്ങനെ ആയിരിക്കാം എന്ന് ഊഹിക്കാനേ പറ്റുള്ളൂ. സ്പെക്കുലേറ്റീവ് ആയിട്ട് ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ്. And then complex observation in abstract, logically related propositions that purport to explain casual relationship in the subject matter. Logically related propositions, avada a propositions, adayithu ലോജിക്കലി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഓരോ റീസണും ഓരോ എക്സിസ്റ്റൻസിനും ആ ഒബ്സർവേഷനിലൂടെ കണ്ടെത്തേണ്ട വിഷയം അല്ലെങ്കിൽ കണ്ടെത്തിയ വിഷയം ആ റീസണിലേക്ക് എത്തേണ്ടത് ലോജിക്കലി റിലേറ്റഡ് പ്രൊപ്പോസിഷൻസ്. ലോജിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റണം, അതിനൊരു എത്തിക്സ് ഉണ്ടാവും, അതിനോട് റിലേറ്റഡ് ആയിട്ട് ആ കൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റണം. ദെൻ ക്യുമുലേറ്റീവ് മീൻസ്
ഒരു റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഉണ്ടാവും, അതിനോട് കണക്റ്റഡ് ആയിട്ട് അനദർ സബ്ജക്ട് ഉണ്ടാവും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ റിസൾട്ട്, ടോട്ടൽ റിസൾട്ട് ക്യുമുലേറ്റ്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിരിക്കും, അതിനോട് കൂടെ ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിന്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടോട്ടൽ പ്രോബ്ലം ആക്കി മാറ്റുക. അല്ലെങ്കിൽ റിസൾട്ട് എന്നുള്ളത് ഒരു റിസൾട്ട് ഉണ്ടാവും, ഒരു ആക്ഷനിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാവും, അതിനെ ആഡ് ചെയ്തിട്ട് കോമൺ ഇതിലേക്ക് കൊണ്ടുവരും, ക്യുമുലേറ്റീവ് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് നോട്ട് എത്തിക്കൽ എന്നും പറയുന്നുണ്ട്. അവിടെ particular social actions are good or bad, they seek merely to explain them. Scientists do not ask whether particular social actions are good. ഇതിന്റെയൊക്കെ കോമൺ ചുരുക്കം എന്ന് പറയുന്നത് ഓരോ സോഷ്യൽ ബിഹേവിയറും ഗുഡും ബാഡും എന്നൊരു കൺസെപ്റ്റ് ആദ്യത്തെ പറഞ്ഞില്ല, എംപിരിക്കൽ എന്ന് പറഞ്ഞില്ല, സ്പെക്കുലേറ്റീവ് ഡിസിഷനിലേക്ക് എത്താൻ പറ്റില്ല. ഒരു സൊസൈറ്റിയിൽ ഒരാൾ ബിഹേവ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ഇത് മാത്രമാണ് എന്നൊരു സ്പെക്കുലേറ്റീവ് റീസൺസിലേക്ക് എത്താൻ പറ്റില്ല. അവിടെ ഗുഡ് അല്ലെങ്കിൽ അത് നല്ലതാണ്, ഇങ്ങനെ ഈ സൊസൈറ്റിയിൽ ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നൊരു കൺസെപ്റ്റിലേക്കും എത്താൻ പറ്റില്ല. അവിടെ ക്ലിയർലി എക്സ്പ്ലെയിൻ, അതിന്റെ എക്സ്പ്ലനേഷൻ, ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഹീസ് ബിഹേവിംഗ് ലൈക്ക് ദിസ്, ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഹീസ് ബിഹേവിംഗ് ലൈക്ക് ദിസ് എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കുക. ആൻഡ് ആസ് പെർ ദ ചോയ്സ് ആ സിറ്റുവേഷനെയോ ബിഹേവിയറിനോ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കൻ ചേഞ്ച് ഓർ എക്സിസ്റ്റ്. അത് അങ്ങനെ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് കൻ കണ്ടിന്യൂ. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്താൻ മാത്രമേ ഇത് സഹായിക്കുള്ളൂ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ബിഹേവിയറിൽ സോഷ്യോളജിയെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ഒരു ഇൻഡിവിജ്വൽ ഈ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ വാട്ട് വിൽ ഗെറ്റ്, എന്താ നമുക്ക് കിട്ടുക, ഓർഗനൈസേഷനിൽ എന്താ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും എന്തായിരിക്കും കിട്ടുക. അപ്പൊ അവിടെ ഒരു ക്ലിയർ കൺസെപ്റ്റിലേക്ക്, ഒരു ക്ലിയർ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി അല്ല സോഷ്യോളജി എന്ന ഡിസിപ്ലിനെ ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു ക്ലിയർ കൺസെപ്റ്റ് അല്ല, ഈ എൻവറോൺമെന്റിനെ കുറിച്ചും ഈ സൊസൈറ്റിയിലുള്ള ഓരോ ഇൻഡിവിജ്വലിനെ കുറിച്ചും മനസ്സിലാക്കുമ്പോൾ ഈ സൊസൈറ്റിയിൽ ഈ ഇൻഡിവിജ്വൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഗുഡ് ഓർ ബാഡ് എന്നൊരു കൺക്ലൂഷനിലേക്കും എത്താൻ പറ്റില്ലെങ്കിൽ പോലും വി ക്യാൻ സമ്മറൈസ്, വി ക്യാൻ എക്സ്പ്ലെയിൻ ഈ സിറ്റുവേഷനിൽ ആയതുകൊണ്ട് ഹീസ് ബിഹേവിംഗ്, ഇഫ് ദ സിറ്റുവേഷൻ ചേഞ്ചസ് ഹി വിൽ ആക്ട് ലൈക്ക് ദിസ്. അങ്ങനെ ഒരു ഇമാജിനേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ആസ് പെർ ദ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് സിറ്റുവേഷനെ ചേഞ്ച് ചെയ്തിട്ട് വി ക്യാൻ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സോഷ്യോളജിയുടെ റോൾ അവിടെ, ഡിസിപ്ലിൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി എന്നൊരു പോയിന്റ് പറയുന്നുണ്ട്, എല്ലാവരും സ്ലോ ആണെന്ന് തോന്നുന്നില്ല. സോഷ്യൽ സൈക്കോളജി, scientific investigation of how the thoughts and feelings and behavior of individuals are influenced by the actual, imagined or implied presence of others. നേരത്തെ പറഞ്ഞ അതേ തന്നെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് തോട്ട്സ്, ഒരു ഇൻഡിവിജ്വലിന്റെ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ, ഇത് എങ്ങനെയൊക്കെയാണ് പ്രസൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രസൻസിൽ എങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നു, ആൻഡ് ഇത് എങ്ങനെയൊക്കെ മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നു, ഇതിനെ കുറിച്ച് പഠിക്കുക. അതാണ് സോഷ്യൽ സൈക്കോളജി. ആൻഡ് നമ്മളിപ്പോ ജനറൽ സൈക്കോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ജനറലി എങ്ങനെയാണ് ആക്റ്റീവ്, പൊതുവെ അത് ഇന്നൊരു പർട്ടിക്കുലർ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ബിഹേവിയർ ആയിരിക്കില്ല. ജനറൽ സൈക്കോളജിയിൽ പഠിച്ചതൊക്കെ ഒരു പർട്ടിക്കുലർ നമ്മളുടെ ഓർഗനൈസേഷൻ അകത്ത് നമ്മൾ ചില ബിഹേവിയേഴ്സ്, ചില നമ്മളുടെ മൂവ്മെന്റ്സ് ഒക്കെ പർട്ടിക്കുലർലി ആ സൊസൈറ്റിയിൽ മാത്രം, ആ ഓർഗനൈസേഷൻ അകത്ത് മാത്രമായിരിക്കും, നമ്മൾ ആ ക്ലാസ് സ്റ്റുഡൻസിന് മുന്നിൽ മാത്രമായിരിക്കും ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അവിടെ ഉണ്ടാവുക. ആസ് പെർ നിങ്ങളുടെ സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോഴേക്കും ആ ക്ലാസ് എന്നുള്ള സൊസൈറ്റി മാറി വേറൊരു സൊസൈറ്റി ആയി. അവിടെ യുവർ ബിഹേവിയർ വിൽ ചേഞ്ച്. ഇങ്ങനെ ആ പർട്ടിക്കുലർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ആക്ടിങ് വരുന്നത്, ബിഹേവിയറൽ ആക്ടിങ് വരുന്നത്. ജനറൽ സൈക്കോളജിയിൽ പറയുന്നത് അതായിരിക്കില്ല. ജനറൽ സൈക്കോളജിയിൽ പറയുന്നത് പബ്ലിക്, അതായത് കോമൺ, ആരാണ് നമ്മളുടെ വ്യൂവർ അല്ലെങ്കിൽ നമ്മളെ വാച്ച് ചെയ്യുന്ന ആരാണെന്നൊന്നും നമ്മൾ മൈൻഡിലില്ല. ജനറലി ഹൗ ഡു യു ബിഹേവ്, അതാണ് ജനറൽ സൈക്കോളജിയിൽ പറയാം. ഇവിടെ പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് നമ്മളുടെ ബിഹേവിയേഴ്സ് എങ്ങനെയൊക്കെയാണ്. ദെൻ whole individual human interaction, human cognition influences culture and is influenced by culture. Human behavior തന്നെ പറയുന്നത് തന്നെ influenced by culture ആണ്. Influenced by culture എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ, നേരത്തെ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളത് നാച്ചുറലി, ഇപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ബിഹേവ് ചെയ്യുന്നത് കൾച്ചർ ഒന്നുമല്ല, നാച്ചുറൽ ബിഹേവിയർ ആണ്. അത് വളർന്നു വരുമ്പോൾ മനസ്സിലാക്കും, മറ്റുള്ളവർ, ഞാൻ ഇത്ര ഉറക്ക കരയുമ്പോൾ അമ്മ എന്നെ ഉറക്ക ചീത്ത പറയും. അപ്പൊ ആ കുട്ടിയുടെ ബിഹേവിയറിൽ ലൈറ്റ് ചേഞ്ച് വരും. അടുത്ത പ്രാവശ്യം കരയുമ്പോൾ സൗണ്ട് കുറയും. അമ്മയെ പേടിയുള്ള ഒരു കുട്ടി ശബ്ദം അത് മനസ്സിലാക്കി വരുന്ന സമയമാകുമ്പോഴേക്കും സൗണ്ട് കുറയും, ശബ്ദം, അമ്മ കരച്ചിൽ നിർത്തും, അല്ലെങ്കിൽ അച്ഛൻ വന്ന കരച്ചിൽ നിർത്തും. അപ്പൊ ആ ഇതിൽ ചേഞ്ച് വന്നു, ആ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുന്നതോറും
നമ്മളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ആവുന്നത്, എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, സോഷ്യൽ സൈക്കോളജിയിൽ അതാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഇൻ റിയാലിറ്റി സം ഫോം ഓഫ് സോഷ്യോളജി ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു സോഷ്യൽ സൈക്കോളജി. ജനറലി അത് എക്സ്പ്ലനേഷൻ തന്നെയാണ്. ദെൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ among them the most important topics relevant to organizational behavior. അതിലും ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ സോഷ്യൽ സൈക്കോളജിയുടെ റോളും അത് തന്നെയാണ്. ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് പ്രോസസ്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ്, സോഷ്യൽ, ഇതൊക്കെ ആവശ്യമായി. ഈ സ്ഥലത്തൊക്കെ സോഷ്യൽ സൈക്കോളജിയുടെ ആവശ്യം വരുവാണ്. ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഓർഗനൈസേഷനിൽ ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഒരു സൊസൈറ്റിയിൽ, ആ ഓർഗനൈസേഷൻ എന്നുള്ള സൊസൈറ്റിയിൽ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്തേണ്ടത് ആവശ്യമാണ്, ബിഹേവിയറൽ ചേഞ്ചസ് ആവശ്യമാണ്. അവിടെയൊക്കെ സോഷ്യൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം, ഓരോ ഇൻഡിവിജ്വലും അറിഞ്ഞിരിക്കണം, അറ്റ്ലീസ്റ്റ് മാനേജ്മെന്റിനും അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് ഓരോ ഓർഗനൈസേഷനിലുള്ള ഓരോ ഇൻഡിവിജ്വലിലും ഈ ബിഹേവിയേഴ്സിലോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സിലോ കമ്മ്യൂണിക്കേഷനിലോ ഒക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. ചേഞ്ചസ് വരുത്തിയേ പറ്റൂ സൊസൈറ്റിയിൽ. ദാറ്റ് ഇസ് എ സൊസൈറ്റിയെ പ്ലീസ് ചെയ്യേണ്ടത്, പ്ലീസ് ചെയ്യാന്നല്ല, ആ സൊസൈറ്റി സോഷ്യൽ അനിമലാണ്. ആ സൊസൈറ്റി എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഒരു ഫിലിമിന്റെ ഇത് പറഞ്ഞ പോലെ, ഒരു ഫിലിം പ്രൊഡക്ഷനിൽ ഒരു ആക്ടറിനെ നമ്മൾ എല്ലാവരും പ്രൈസ് ചെയ്യും. പക്ഷെ ആക്ടർ ഒരാൾ മാത്രമല്ല, ആ ഫിലിമിന്റെ പിന്നിൽ നമ്മൾ കാണാത്ത അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതിന്റെ ഓരോ മൊമെന്റും ഓരോ വിഷയങ്ങൾ, അതിൽ പിന്നിൽ കുറെ ദിവസം ഉറക്കമില്ലാതെ കുറെ പേര് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവരുടെ വീടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇരുന്നുണ്ടാവും, അവർക്ക് ശരിക്കും സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ ഫീലിങ്സ് ഇതൊക്കെ അതിനകത്ത് പിന്നിൽ വർക്ക്ഔട്ട് ആയതുകൊണ്ടാണ് ആ ആക്ടറുടെ പേര് ഇത്രയും റെപ്യൂട്ടേഷൻ കിട്ടുന്നത്. പക്ഷെ നമുക്ക് റെപ്യൂട്ടേഷൻ പറയുന്നവര് പബ്ലിക്കിൽ കാണുന്നത് ആക്ടറെ മാത്രമാണ്. സോ അതിന്റെ പിന്നിൽ നടക്കുന്ന വർക്കിനെ കുറിച്ചൊന്നും ഇപ്പൊ മീഡിയാസ് ഒക്കെ ഉള്ളത് കൊണ്ട് വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്, അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇതെല്ലാം ആ സൊസൈറ്റി മൊത്തമായിട്ട് വർക്ക് ചെയ്യും. ആ സൊസൈറ്റിയുടെ എല്ലാ കോൺട്രിബ്യൂഷന്റെ, എവറി ഇൻഡിവിജ്വലിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഒരു ഫിലിമിന് ഇത്ര പ്രൈസ്, ഇത്രയും റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്. അതേപോലെയാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വലിന്റെയും പിന്നിൽ ഒരുപാട് വർക്ക്. നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മുടെ റെപ്യൂട്ടേഷൻ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിന് ആ ഓർഗനൈസേഷനിലുള്ള അത്രയും പേരുടെ നമ്മളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റിങ്, അത് അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് തന്നെയാണെങ്കിൽ പോലും അവിടെയൊക്കെ അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൊസൈറ്റി ആവശ്യമാണ്. നമ്മളുടെ സൊസൈറ്റിയിൽ, നമ്മൾ ഏതൊക്കെ സൊസൈറ്റിയിൽ ബിലോങ്ങിങ് ആണോ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ സൊസൈറ്റിയിലൊക്കെ നമ്മളുടെ ഈ ബിഹേവിയറിൽ, ആറ്റിറ്റ്യൂഡിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടത് ഇറ്റ് ഇസ് മസ്റ്റ്. എന്നാലേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഗുഡ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഓരോ ഇൻഡിവിജ്വലും ₹1 വെച്ച് തരുമൊന്നുമില്ല. എനിവേ യു ഹാവ് ടു ആ സൊസൈറ്റിയെ പ്ലീസ് ചെയ്ത് പോവാന്നുള്ളത് ഒരു കൾച്ചർ ലേൺഡ് ബിഹേവിയർ ആണത്. പഠിച്ചെടുത്ത ഒരാൾക്ക് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി തന്നെ പഠിക്കണം എന്നല്ല, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് മസ്റ്റ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ സൊസൈറ്റിയിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് ₹1 വെച്ച് കയ്യിൽ തരികയല്ല, അല്ലെങ്കിൽ ഓരോ അപ്രീസിയേഷൻ തരികയല്ല. യു ആർ എ ഗുഡ് പേഴ്സൺ എന്നൊരു അപ്രീസിയേഷൻ തരാൻ വേണ്ടിയിട്ടല്ല. ആ സൊസൈറ്റി ഒക്കെ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് വി ആർ എക്സിസ്റ്റിംഗ്. ആ തോട്ട് പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ വി ഹാവ് ടു എഡ്യൂക്കേറ്റ്. നമ്മൾ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയിരിക്കണം. ദെൻ ഗ്രൂപ്പ് ഡിസിഷൻ, ഗ്രൂപ്പ് പ്രോസസ് ഒക്കെ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി മനസ്സിലാക്കുന്നതോടെ നമുക്ക് ഗ്രൂപ്പ് പ്രോസസ്സുകൾ, ഗ്രൂപ്പ് ഡിസിഷൻസ് ഒക്കെ അതിലൊക്കെ ബെസ്റ്റ് ബിഹേവ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് പ്രോസസ്സസ് അത് ഓർഗനൈസേഷനിൽ മസ്റ്റ് ആണ്. ഗ്രൂപ്പ് പ്രോസസ് ഒരു പ്രോസസ്സിനെ ഇൻഡിവിജ്വലിന് മാത്രമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഗ്രൂപ്പ് പ്രോസസ് ആവശ്യമാണ്. പലരുടെയും കൈകൾ അതിൽ വർക്ക് ചെയ്താൽ ആ ഒരു പ്രൊഡക്ഷൻ പുറത്തേക്ക് വരുള്ളൂ. അതിന് ഈ അവിടെ ഗ്രൂപ്പ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, ചേഞ്ചസ് വരുത്തേണ്ടി വരും, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, പുതിയ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, പുതിയ സിസ്റ്റംസ് കൊണ്ടുവരേണ്ടി വരും. ഇതിലൊക്കെ നമ്മളുടെ ബിഹേവിയർ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ അതിന് നമ്മൾക്ക് സോഷ്യൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ വർക്ക് ചെയ്യുന്നവർക്ക് സോഷ്യൽ സൈക്കോളജി അറിയണം. ദെൻ ഇനിയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി പോലെ തന്നെ ഒരു ലൈറ്റ് ചേഞ്ച് ഉള്ള ഒരു തിയറിയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഫസ്റ്റ് പറഞ്ഞ സൈക്കോളജിയിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ആണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ആന്ത്രോപോളജി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആൻഡ് എൻവയോൺമെന്റ്. ആ ചുറ്റും നടക്കുന്ന ആളുടെ സാഹചര്യങ്ങൾ നമ്മൾ ഇങ്ങനെയാക്കി. നമ്മൾ പലപ്പോഴും പറയും എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. അപ്പൊ ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ക്രിയേറ്റഡ് ആവുന്നത് ഈ സിറ്റുവേഷൻ, അതിലൊരു റോള് നമുക്കും ഉണ്ടാവും. ഈ സിറ്റുവേഷൻ, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആവുന്നതിന്റെ ഒരു റോൾ നമുക്ക് തന്നെയായിരിക്കും. അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ആന്ത്രോപോളജി. അപ്പോൾ
എപ്പോഴും സിറ്റുവേഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻഡിവിജ്വൽ ആണ്, ഓരോ ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ കൊണ്ട് എങ്ങനെ ആ സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ചെയ്യാൻ ആന്ത്രോപോളജിസ്റ്റ്. ദെൻ അഡാപ്റ്റേഷൻ ടു സറൗണ്ടിങ്സ് കൺസ്റ്റിറ്റ്യൂട്ട് കൾച്ചർ. അതാണ് അതിൽ ആകെ ഒറ്റ തീമുള്ളൂ. അഡാപ്റ്റേഷൻസ് ടു സറൗണ്ടിങ്സ് കൺസ്റ്റിറ്റ്യൂട്ട് കൾച്ചർ. കൾച്ചർ കൊണ്ടുവരണമെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് അഡാപ്റ്റേഷൻസ് കൊണ്ടുവരണം. നമ്മുടെ ചുറ്റും എൻവറോൺമെന്റിലേക്ക് പുതിയ പുതിയ വിഷയങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മളിൽ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ കൾച്ചർ എന്ന് പറയുന്ന വേർഡ്, കൾച്ചർ എന്ന് പറയുന്നത് വലിയൊരു ബുക്കായിട്ട് എടുക്കാനുള്ള സാധനമാണല്ലോ കൾച്ചർ, സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ കൾച്ചറിന്റെ വേറൊരു വ്യൂ പോയിന്റ് നോക്കും. മാനർ ഇൻ വിച്ച് പീപ്പിൾ വ്യൂ ദർ എൻവറോൺമെന്റ് ഈസ് എ പാർട്ട് ഓഫ് കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഓൺ ബിഹേവിയർ, നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ആ എൻവറോൺമെന്റ്, ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ആ എൻവറോൺമെന്റിനെ, നമുക്ക് ചുറ്റുമുള്ള സിറ്റുവേഷനെ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതും കൾച്ചറാണ്. ഈ സിറ്റുവേഷനിൽ അവരൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട്, അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന്റെ കാരണം ഈ സിറ്റുവേഷനിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, അതും കൾച്ചറിന്റെ പാർട്ടാണെന്ന്. Culture includes those ideas shared by groups of individuals, languages by which these ideas are communicated. Essence, culture is a system of learned behavior. നേരത്തെ പറഞ്ഞില്ലേ, culture is a system of learned behavior. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് പഠിച്ചെടുത്ത ചില ഒബ്സർവേഷനിൽ നിന്നും, ചില സിറ്റുവേഷനിൽ നിന്നും, ചില എൻവറോൺമെന്റിൽ നിന്നും പഠിച്ചെടുത്ത, അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബുക്സ്, ഒരു അതിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത ബിഹേവിയറിനെയാണ് നമ്മൾ എന്താ പറയാ, അതിന്റെ ഒരു എസെൻസിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയാം. അതിന്റെ ഒരു ചുരുക്കമാണ് കൾച്ചർ എന്ന്. ഒരാളുടെ കൾച്ചർ എന്ന് പറയുന്നത് അയാളുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻ, അയാളുടെ ചുറ്റുമുള്ള സൊസൈറ്റി, അയാൾ വളർന്ന സിറ്റുവേഷൻ, ഇതെല്ലാം നമ്മൾ കുട്ടികളെ നല്ല സ്കൂളിൽ ചേർക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരാളുടെ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ മേജർ പാർട്ട് 1 to 10th KG സെക്ഷൻ ടു 10th വരെയുള്ള ഒരു ലൈഫിന്റെ മേജർ, വളരുന്ന പ്രായത്തിലുള്ള മേജർ പാർട്ട് സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പൊ ആ നല്ല സ്കൂള് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ സ്കൂളിന്റെ മറ്റ് സ്റ്റുഡൻസിന്റെ, ടീച്ചേഴ്സിന്റെ, സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ, സ്കൂളിന്റെ ബിൽഡിംഗ്, സ്കൂളിന്റെ ഓരോ ടൈൽസും, ഇതൊക്കെ ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും, ആ ഒരു സ്റ്റുഡന്റിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതിനാണ് നമ്മൾ നല്ല സ്കൂൾസിൽ പഠിപ്പിക്കുന്നു ഇങ്ങനെ പറയുന്നത്. അപ്പൊ ആ കുട്ടിയുടെ കൾച്ചർ ഉണ്ടാവുന്നത്, ആ കൾച്ചറിൽ ആ കുട്ടിയിൽ ഉണ്ടാവുന്നത് ഈ ബിഹേവിയറിൽ നിന്നാണ്, ഈ സൊസൈറ്റിയിൽ നിന്നാണ്, ഈ ചുറ്റുപാടിൽ നിന്നാണ്, ഈ എൻവറോൺമെന്റിൽ നിന്നാണ്. അപ്പൊ അതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ കുട്ടി പഠിക്കുന്നു, വിശ്വസിക്കുന്നു, പഠിക്കുന്നു, അതിൽ നിന്ന് പല വിഷയങ്ങൾ മനസ്സിലാക്കുന്നു, സിറ്റുവേഷനിൽ നിന്ന് പഠിച്ചെടുക്കുന്നു. ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടല്ല വരുന്നത്. വന്നതിന് ശേഷം, ജനിച്ചതിന് ശേഷം, വളർന്നതിന് ശേഷം, ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം കിട്ടുന്ന സിറ്റുവേഷൻ ആണ് സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്കൂൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, സ്കൂൾ എന്ന് പറയുന്ന ഈ അറ്റ്മോസ്ഫിയറിന് ഇത്രയധികം ഇമ്പോർട്ടൻസ്. ഇപ്പൊ കൊറോണ സിറ്റുവേഷനിൽ അതും പറയാനില്ല കുട്ടികൾക്ക്. ഇനി the work on culture. ഈ കൾച്ചറിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്, ഫണ്ടമെന്റൽ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ among people in different countries and within different organizations. അപ്പോ കൾച്ചറിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഡിഫറെന്റ് ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് കൾച്ചർ ആണെന്നും, ഡിഫറെന്റ് ഓർഗനൈസേഷനിലുള്ള ഇൻഡിവിജ്വൽസിന് ഡിഫറെന്റ് ബിഹേവിയർ ആണെന്നും, ഡിഫറെന്റ് കൺട്രീസിലുള്ള ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ബിഹേവിയർ, ഡിഫറെന്റ് കൾച്ചർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആർക്ക്? ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്തുണ്ടാവണം? സ്വയം നമുക്കൊരു കൾച്ചർ ഉണ്ടാവണം. ഒരു കൾച്ചർ അല്ല, സ്വയം നമുക്ക് ഇങ്ങനെ പല വിഷയങ്ങളിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് പല വിഷയങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സൈക്കോളജി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആന്ത്രോപോളജി. ഈ എൻവിറോൺമെന്റിനോട് ഒരു ഇൻഡിവിജ്വൽ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ട്, ഇത് അറിഞ്ഞിരിക്കണം എന്നർത്ഥം. അപ്പൊ ഈ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കൺട്രി ആവാം, ഡിഫറെന്റ് ഓർഗനൈസേഷൻ ആവാം, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആവാം, ഡിഫറെന്റ് കാറ്റഗറി ആവാം, ഡിഫറെന്റ് ഫീൽഡ് ആവാം. ഇവിടെയൊക്കെ ഈ ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നത്, ഒരു ഇൻഡിവിജ്വൽ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ വി ക്യാൻ ഓൾസോ ചേഞ്ച്. ദെൻ വേൾഡ് ആന്ത്രോപോളജിസ്റ്റിന്റെ ലാബ് തന്നെ വേൾഡ് ആണെന്ന് പറയുന്നുണ്ട്, ലോകം മുഴുവൻ. ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ നിന്നും നമുക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ എത്ര വൈഡ് ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. ചെറിയ ഓർഗനൈസേഷനിലോ ചെറിയ സിറ്റിയിൽ നിന്നോ അവിടെ നിന്നുകൊണ്ടുള്ള ഡിഫറൻസ് കൊണ്ടൊന്നും നമുക്കൊരു ഒരാളുടെ ഡിഫറൻസിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ
ഒരാളുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ലാബ് തന്നെ വേൾഡ് ആണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആന്ത്രപ്പോളജിയും അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ഡിസിപ്ലിൻ ആണ് ഓർഗനൈസേഷൻ സെറ്റിംഗിൽ. എന്തിനാണ് കമ്പാരിറ്റീവ് വാല്യൂസ്? കമ്പാരിറ്റീവ് നേരത്തെ പറഞ്ഞു, ആന്ത്രപ്പോളജി പറയുന്ന എൻവിറോൺമെന്റിലോട് ഒരു ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണെന്ന് പഠിക്കുന്നതാണ് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പാരിറ്റീവ് വാല്യൂസ് കമ്പയർ, മറ്റൊരു കൾച്ചർ, മറ്റൊരു കൺട്രിയുടെ കൾച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരാള് ഇങ്ങനെ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് വരുന്നതിന് കമ്പാരിസൺ, രണ്ട് ഇൻഡിവിജ്വൽ ആയിരിക്കാം, രണ്ട് ഓർഗനൈസേഷൻ തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കാം. ഇവിടെയൊക്കെ കമ്പാരിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എന്താണ്, കമ്പാരിറ്റീവ് വാല്യൂസ് എന്താണെന്നൊക്കെ ക്രോസ് കൾച്ചറൽ അനാലിസിസ് among the employees ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്തറിഞ്ഞാൽ, ആന്ത്രപ്പോളജി പറഞ്ഞാൽ. ദെൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് ആണ് പിന്നീട് പറഞ്ഞിരിക്കുന്ന 2 പോയിന്റ്സ്. പൊളിറ്റിക്കൽ സയൻസ് എല്ലാവർക്കും അറിയാം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ബിഹേവിയർ, പൊളിറ്റിക്സിന് ഓർഗനൈസേഷന്റെ ബിഹേവിയറിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഒരു പൊളിറ്റിക്കൽ എൻവറോൺമെന്റിലാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. അവിടെ പവർ സെന്റർ, സ്ട്രക്ചറിങ് ഓഫ് കോൺഫ്ലിക്ട് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ടാക്ടിക്സ്. അവിടെ ഹൗ പീപ്പിൾ മാനിപ്പുലേറ്റ് പവർ ഫോർ ഇൻഡിവിജ്വൽ സെൽഫ് ഇൻട്രസ്റ്റ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ അതല്ലേ, തനിക്കുള്ള പവറിനെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു മന്ത്രിയുടെ പദം തന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതിനെയാണ് ശരിക്കും പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്, അതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ബിസിനസ് ഫീൽഡില് എന്താ, ബിസിനസ് ഫീൽഡിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഏത് ബിസിനസ്സും നിലനിൽക്കുന്നത് അവിടെ സൂപ്പർമസി ഉണ്ടാവണം. നമ്മളുടെ ബിസിനസ് ആയിരിക്കണം ഇവിടെ ഹൈലൈറ്റഡ്, അല്ലെങ്കിൽ ഇവിടെ റെപ്യൂട്ടേഷൻ ഏറ്റവും കൂടുതൽ, പാലക്കാട് ഏറ്റവും ഹൈലൈറ്റ് ആവേണ്ടത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതൊരു സൂപ്പർമസി എല്ലാവർക്കും ക്വൈറ്റ് നാച്ചുറലി ഉണ്ടായിരിക്കണം, അതാണ് ഉണ്ടാവേണ്ടത്. അപ്പോഴേ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ഇവിടെ മാക്മിലിനിസം ഒക്കെ പറയുന്നുണ്ട്, കോalition മാൽ പ്രാക്ടീസസ്, അതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾ പലതും പറയുന്നത്. മാക്മിലിനിസത്തിൽ പറയുന്നത് എന്താ പറയാ, യുക്തിപൂർവം ചിന്തിക്കുക, യുക്തിപൂർവമുള്ള തന്ത്രങ്ങൾ, അതായത് ആസ് പെർ ദ സിറ്റുവേഷൻ ഓൺ സ്പോട്ടിൽ ആ സമയത്ത് അപ്പൊ എങ്ങനെ അതിനെ ടാക്ടിക് ആയിട്ട് എങ്ങനെ മൂവ് ചെയ്യാം എന്ന് ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെ പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നതാണ്. And knowledge of political science can be utilized to the study of behavior of employees, executives at macro as well as micro level. Micro and macro level ഓരോ എക്സിക്യൂട്ടീവ്സിനെയും മനസ്സിലാക്കാൻ നോളജ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് വളരെ നല്ല. പൊളിറ്റിക്സ്, അതിനകത്ത് ഒരു ഓർഗനൈസേഷനിലും പൊളിറ്റിക്സ് ഉണ്ടാവും, ഹൈ ടാക്ടിക് പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്റ്റഡി നല്ലതാണെന്ന് അർത്ഥം. മാനേജ്മെന്റ് ആയാലും ഇൻഡിവിജ്വലിനായാലും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അതിന് ഓരോ ഓർഗനൈസേഷനിലുള്ള അറ്റ്മോസ്ഫിയറിൽ പൊളിറ്റിക്സ് എത്രത്തോളം ഉണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും തന്റെ പവറിനെ തന്റെ മാത്രം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ മാത്രം ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് ഒരു സർവീസ് യൂണിറ്റ് ആണെങ്കിൽ മറ്റുള്ളവരെ സെർവ് ചെയ്യാനാണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ ഈ പ്രൊഡക്ഷൻ നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിക്കാനാണ്. പക്ഷെ അവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് പൊളിറ്റിക്സ്. അവിടെ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ആ ബിഹേവിയറിൽ ഈ നേരത്തെ നമ്മൾ പഠിച്ച സൊസൈറ്റി എൻവിറോൺമെന്റിനോടൊക്കെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് അറിയുന്ന മാനേജ്മെന്റിന് യു ക്യാൻ ചേഞ്ച് ദ ഇൻഡിവിജ്വൽ, യു ക്യാൻ ചേഞ്ച് ദ ബിഹേവിയർ, യു ക്യാൻ ചേഞ്ച് ദ അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ യു ക്യാൻ ചേഞ്ച് ദ ബിഹേവിയർ, അല്ലെങ്കിൽ യു ക്യാൻ ഒബ്സർവ്. ഒരു ഒബ്സർവേഷൻ ഇല്ലെങ്കിൽ ഹി വിൽ ചേഞ്ച്. ഈ പൊളിറ്റിക്കൽസ് അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മാനേജ്മെന്റ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒബ്സർവേഷൻ ആയിരിക്കും അവിടെ കൊടുക്കേണ്ടി വരിക, അവരുടെ പവർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യുക, അവർക്ക് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കാം. അപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് അറിഞ്ഞാലേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ആ സിറ്റുവേഷനെ ഒരു ഓർഗനൈസേഷനകത്ത് എല്ലാ ഇൻഡിവിജ്വൽസിനെയും മാനേജ് ചെയ്യാൻ പറ്റും. ഫൈനലി എക്കണോമിക്സിൽ പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് അത് സെയിലിലേക്ക് എത്തിക്കാൻ ഉണ്ടാവുന്ന കോസ്റ്റ്, അത് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പൊ അത് എക്കണോമിക്സിലൂടെ അതിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് അതിലൂടെ മനസ്സിലാക്കി എടുക്കണം. ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെൻസും അത് സെയിൽ ചെയ്യാനുള്ള എക്സ്പെൻസും, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും, അതിൽ നിന്നുള്ള പ്രോഫിറ്റ്, അതിൽ നിന്ന് നമ്മൾ വേറെ എന്തൊക്കെ തരത്തിൽ എക്സ്പെൻസ് ചെയ്ത് പോകുന്നു എന്നുള്ളതല്ല. അത് നോർമൽ അതല്ല. എക്കണോമിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സയൻസ്, അതിന്റെ ഒരു കെമിസ്ട്രി മനസ്സിലാക്കണമെന്നാണ്. ഈ കെമിസ്ട്രി മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ, ഒന്ന് കോംപ്ലക്സിറ്റി,
അൺസർട്ടനിറ്റി. അതായത് ഇത് ഓൾറെഡി നമുക്ക് എക്കണോമിക്സ് ഇത്ര ട്രാൻസാക്ഷൻ കോസ്റ്റിന് ഇത്രയും റിസൾട്ടിന് ഇത്ര ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇത്രയധികം റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും. അതായത് ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എപ്പോഴും കൂടും, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പെൻസ് എപ്പോഴും കൂടും. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് എവിടെയോ കിടക്കുന്ന ഒരു സാധനം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അത് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി പ്രൊഡ്യൂസ് ചെയ്ത് അത് പ്രസന്റ് ചെയ്ത് സെയിലിലേക്ക് എത്തിച്ച് ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള പ്രോസസ്സിന് വേണ്ടി എടുക്കുന്ന കോസ്റ്റിനെയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു റോ മെറ്റീരിയൽ പോയി അവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ആ റോ മെറ്റീരിയൽ ഇവിടെ എത്തിച്ച് ആ റോ മെറ്റീരിയലിനെ നമ്മളുടെ മെറ്റീരിയലിലേക്ക് മാറ്റാൻ വേണ്ട മെഷീൻസ്, മെഷീനറി, കറണ്ട്, ലേബർ ചാർജസ്, അതിന് വേണ്ട മറ്റ് സാധനങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സെയിലാക്കി അത് സെയിലിന് മാർക്കറ്റിംഗ് ഇതെല്ലാം ഇതിൽപ്പെടും. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ്, ഒരു സാധനം ഒരു റോളായിട്ട് കിടക്കുന്ന ഒരു സാധനത്തിന് ഒരു പേപ്പർ കപ്പാക്കി കൊണ്ടുവരുന്നത് വരെയുള്ള പ്രോസസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പൊ അതിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടാനാണ് സാധ്യത എപ്പോഴും കൂടുതൽ. നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് കിട്ടില്ല. ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും കൂടുതൽ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ, ലിമിറ്റഡ് സ്കിൽസ്, ടൈം, ട്രാൻസാക്ഷൻ ഇസ് ഹൈലി കോംപ്ലക്സ് ആൻഡ് അൺസർട്ടൈൻ. അവിടെ ഇപ്പൊ ഇത്ര പ്രോഡക്റ്റിന് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പ്രൊഡക്റ്റ് ആണ് സെയിൽ ചെയ്യേണ്ടത്, അതിന് ഇത്ര വാല്യൂ ആണ് ഉള്ളത് മാർക്കറ്റിൽ, നമ്മൾ ഇത്ര വാല്യൂവിനാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ കറക്റ്റ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് ഉണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ക്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ഉള്ളവർ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി അത് മാറ്റും. ഇൻഡിവിജ്വലിന് ശരിക്കുള്ള ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ലിമിറ്റഡ് സ്കിൽസ്, അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ട്രാൻസാക്ഷൻ ഹൈലി കോസ്റ്റ്ലി ആവും, അൺസർട്ടൻ ആവും, കോസ്റ്റ്ലി ആവും. ഇവിടെ മാർക്കറ്റ് കോൺട്രാക്ട് മിനിമൈസസ് സച്ച് അൺസർട്ടനിറ്റി വിച്ച് ഇൻക്രീസസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. മാർക്കറ്റ് കോൺട്രാക്ട് മാർക്കറ്റിൽ സെയിൽ ആവുന്ന, അതിന് വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമുക്കിവിടെ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാലന്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് ടാക്ടിക്സ് ഇല്ലാത്തത്, ഇതൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂട്ടും. ആൻഡ് ടൈം, മണി, ഇതൊക്കെ കണ്ടീഷൻസ്, ഇതൊക്കെ എക്സ് ആന്റി കണ്ടീഷൻസ്, ഇതൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂട്ടും. ഇവിടെ സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ഫെസിലിറ്റേറ്റ് ടു മീറ്റ് ദിസ് ഒബ്ജക്റ്റീവ്. ഇവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറൽ റിലേഷൻഷിപ്സ്, ഇപ്പൊ ഈ പറഞ്ഞ ഡിസിപ്ലിൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കറക്റ്റ് ഓർഗനൈസേഷനിലെ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്, കറക്റ്റ് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, വർക്കിംഗ് സ്റ്റാറ്റസ്, ഇതൊക്കെ സ്ട്രക്ചറൈസ് ചെയ്ത ഒരു കറക്റ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ വിൽ മീറ്റ് ദിസ് ഒബ്ജക്റ്റീവ്. ഈ അൺസർട്ടനിറ്റി ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും. മാർക്കറ്റിനെയൊക്കെ സ്റ്റഡി ചെയ്ത് കറക്റ്റ് നമ്മളെ ലിമിറ്റഡ് ലേബേഴ്സിലേക്ക് അത് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിസം എന്നൊരു പോയിന്റ് പറയുന്നുണ്ട്. ഓപ്പർച്യൂണിസം എന്ന് പറയുന്നത് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ നമ്മളുടെ സിറ്റുവേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിറ്റുവേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ സിറ്റുവേഷനെ മുതലെടുത്തിട്ട് നമ്മൾ ഹൈലൈറ്റ് ആവുക. ഫോർ എക്സാമ്പിൾ ജിയോ സിം എന്ന് പറയുന്നത് ഇപ്പോ എല്ലാ മാർക്കറ്റിൽ എല്ലാം ഹൈ ആയിട്ട് പോയിക്കൊണ്ട് നല്ല ഫുൾ സർവീസും ഹൈ സർവീസും എല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജിയോ സിം വന്നു. അപ്പൊ എല്ലാവരും അതിലേക്ക് മാറുക. അപ്പൊ ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് ടാക്ടിക് ആണ്, അത് ഓപ്പർച്യൂണിസം ആണ്. ഈ ഒരു എല്ലാവരും ഹൈ ആയിട്ട് കൂടുതൽ സർവീസ്, റീചാർജ് ഒന്നും ആദ്യമൊക്കെ റീചാർജ്, നെറ്റ് റീചാർജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇത്ര നോക്കിയിട്ട് വളരെ ടെസ്റ്റ് ചെയ്ത് വളരെ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് കൺട്രോൾ ചെയ്തൊക്കെ യൂസ് ചെയ്യണമായിരുന്നു. പിന്നെ വന്നപ്പോൾ ഈ ജിയോ വരുന്നതിന് മുന്നേ തന്നെ ഇഷ്ടംപോലെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നെറ്റ് യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും വന്നു. അപ്പൊ അതിനെ കോമ്പറ്റ് ചെയ്യാൻ ഇനിയും അതിനും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് ഇല്ല. അപ്പോ ജിയോ ഏറ്റവും കുറഞ്ഞ റേറ്റില് കൂടുതൽ ഇതെന്നുള്ളത് പിന്നെയും, അപ്പൊ അവിടെ റേറ്റ് കുറച്ചിട്ട് വീണ്ടും ഒരു പുതിയ ടെക്നിക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതുപോലെ ഓപ്പർച്യൂണിറ്റി സിറ്റുവേഷൻ അനുസരിച്ച് അവിടെ സെൽഫ് ഇൻട്രസ്റ്റ്, ജിയോ എന്ന് പറയുന്ന അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. എക്സ്പ്ലോയിറ്റിംഗ് ദ സിറ്റുവേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചീറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ആയത് കൊണ്ടുവരിക. ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ദെൻ ഇവിടെ ഈ സിറ്റുവേഷൻസിനെയൊക്കെ ടാക്ടിക്കിനെ എക്കണോമിക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇങ്ങനെ എഗ്രിമെന്റ് കൊണ്ടുവരാം, മറ്റുള്ളവരുമായിട്ട് എഗ്രിമെന്റ് കൊണ്ടുവരാം. അവിടെ എഗ്രിമെന്റ് കൊണ്ടുവന്ന് എന്തായാലും വോഡാഫോൺ ഐഡിയ മെർജ് ആവാം. അവിടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പവേഴ്സിനെയൊക്കെ മെർജ് ചെയ്തിട്ട് സിംഗിൾ ആക്കാം. അപ്പോൾ
അവരുടെ ടെക്നിക്സ് ക്രിയേറ്റിംഗ് ലീഗൽ കോൺട്രാക്ട് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിസം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും. ദെൻ 3 പോസിബിൾ ഓർഗനൈസേഷണൽ ഡിസൈൻ ഉണ്ട് വെൻ ഫേസ് വിത്ത് ഓപ്പർച്യൂണിസം. ഇങ്ങനെ ഓപ്പർച്യൂണിസം ഫേസ് ചെയ്യേണ്ടി വരുന്നവരെ, നമ്മൾ ജിയോ അല്ല വേറെ സിം ചെയ്യുന്നവരാണെങ്കിൽ, അപ്പൊ നമ്മൾ ഓപ്പർച്യൂണിസത്തിനെ ഫേസ് ചെയ്യുന്നവരാണ്. ഓപ്പർച്യൂണിസം ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ, വേറൊരാൾ ഇങ്ങനെ ഒരു അതിനെ ചീറ്റ് ചെയ്ത് ഹൈലൈറ്റ് ആയി പോയി, അപ്പൊ നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ മാർക്കറ്റ് കോർഡിനേഷൻ 3 സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അതിന്. മാർക്കറ്റ് കോർഡിനേഷൻ, ഹൈറാർക്കീസ് ഓർഗനൈസേഷൻ, ഹൈബ്രിഡ് നെറ്റ്വർക്ക്. അതിൽ മാർക്കറ്റ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ അവര് ജിയോ കൊണ്ടുവരുമ്പോ തന്നെ മാർക്കറ്റിൽ അത് ലൈസൻസ് ഹോൾഡിംഗ് ആയിരിക്കും. ഇനി വേറൊരാൾക്കും ഇതുപോലെ അതായത് ആ സിം അവരുടെ മൊബൈലിൽ ഇട്ടാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അവരുടെ ഇൻസ്ട്രുമെന്റിൽ തന്നെ ഇടണം. അപ്പൊ അതും കൂടെ ഹൈലൈറ്റ് ഇടും. അപ്പൊ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ മാർക്കറ്റിലുള്ള വേറെ. അപ്പൊ മാർക്കറ്റ് കോർഡിനേഷൻ ബാക്കിയുള്ളവരെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഹൈബ്രിഡിലേക്ക് വരും. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ 2 മെർജ് ചെയ്യും, വോഡാഫോൺ ഐഡിയ മെർജ് ചെയ്തപോലെ ഹൈബ്രിഡ് സൊല്യൂഷനിലേക്ക് വരാം. ഹൈറാർക്കീസ് ഓർഗനൈസേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഏതൊക്കെയാണോ ഹൈലൈറ്റഡ് ആയിട്ടുള്ളത് അതിനെയൊക്കെ ഹൈറാർക്കീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാം. വീണ്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിലുള്ള ഹൈലൈറ്റ്സിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു റൂൾസ് കൊണ്ടുവരും. നമ്മൾ അവരോട് മെർജ് ആവാം. ഇതുവരെ വോഡാഫോണിന് തനിയെ സ്റ്റെപ്സ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഐഡിയക്ക് വേറെ കുറെ ഐഡിയ റീചാർജ് ഓപ്ഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനെ ഹൈറാർക്കീസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് മാർക്കറ്റിനെ കോർഡിനേറ്റ് ചെയ്യാം. അവിടെ ഓപ്പർച്യൂണിസത്തിൽ പിടിച്ചു നിൽക്കാനുള്ള മറ്റു വഴികൾ അതൊക്കെയാണെന്ന്. അങ്ങനെയാണ് ജിയോയില് ഫേസ് ചെയ്യാൻ, ജിയോ ഓപ്പർച്യൂണിസം യൂസ് ചെയ്തപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയ ആൻഡ് വോഡാഫോൺ മെർജ് ചെയ്തത് അങ്ങനെയാണ്. ഹൈബ്രിഡ് ടെക്നിക് അവിടെ യൂസ് ചെയ്തത് കൊണ്ടാണ്. ദെൻ അസറ്റ് സ്പെസിഫിസിറ്റി, അവിടെ സ്പെസിഫൈ ചെയ്യുക അസറ്റിനെ. അതാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് ഹയർ ദ പൊട്ടൻഷ്യൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ബിക്കോസ് ഓഫ് ദ പോസ്റ്റ് കോൺട്രാക്ച്വൽ ഓപ്പർച്യൂണിറ്റി. ഡിസൈനിങ് സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇവിടെ അത് തന്നെ പറയുന്നത്, ഡിസൈനിങ് സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതുകൊണ്ട് മാത്രമേ ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇന്റർഫേം നെറ്റ്വർക്ക്സ്, ഇതെന്താ പറയുന്നത് വെച്ചാൽ ഫിസിക്കൽ അസറ്റ്സ് ടു പ്രൊവൈഡ് സ്പെഷ്യൽ ഗുഡ്സ് ഓർ സർവീസ് വിച്ച് കനോട്ട് ബി റീഡിപ്ലോയിഡ് ഫോർ അതർ പർപ്പസസ്. അതാണ് നേരത്തെ പറഞ്ഞ ജിയോ സിമ്മിനെ ആ ഫോണിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഉള്ളതുപോലെ പുതിയ ഇത് വേറൊരു സിമ്മിന് കൊണ്ടുവരായിരുന്നു, വേറൊരു കമ്പനിക്ക് അത് കൊണ്ടുവരായിരുന്നു. അവര് വളരെ കുറഞ്ഞ റേറ്റിൽ ഇത്ര നെറ്റ് റീചാർജ് ഒരു ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വേറൊരാൾക്ക് ഈ അതിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യായിരുന്നു, അസറ്റ് സ്പെസിഫൈ ചെയ്യായിരുന്നു. ഈ സിം അവരുടെ ഇൻസ്ട്രുമെന്റിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് അവര് തന്നെ കൊണ്ടുവന്നു. വേറൊരു കമ്പനി കൊണ്ടുവരുന്നതിന് പകരം ജിയോ തന്നെ ആ യൂസ് കൊണ്ടുവന്നു ഓപ്പർച്യൂണിറ്റീസിനെ. അവര് വീണ്ടും അതിനെ തന്നെ യൂസ് ചെയ്യും. അങ്ങനെ സ്പെസിഫൈ ചെയ്യാം ഹ്യൂമൻ ഓർ ഫിസിക്കൽ അസറ്റിനെ സ്പെഷ്യൽ ഗുഡ്സ് ഓർ സർവീസ്, സ്പെഷ്യൽ ഗുഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ സ്പെസിഫൈ ചെയ്തു. ആ ജിയോ സിം അവരുടെ ഇൻസ്ട്രുമെന്റിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ സ്പെസിഫൈ ചെയ്തു. ആ ഇൻസ്ട്രുമെന്റിനെ സ്പെസിഫൈ ചെയ്തു. അതിനെ അത് എത്ര പെട്ടെന്നാണ് അത് സ്പ്രെഡ് ആയത്. ഇവിടെ അവിടെയും ഇതുപോലെ ഡിസൈനിങ് സ്യൂട്ടബിൾ ഓർഗനൈസേഷണൽ ഇന്റർഫേം നെറ്റ്വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റിനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. എക്കണോമിക് പ്രഷർ ഡിറ്റർമൈൻ ദ സ്യൂട്ടബിൾ സ്ട്രക്ചർ ചെയ്ത് ത്രൂ മാർക്കറ്റ്സ്, ഹൈബ്രിഡ് നെറ്റ്വർക്ക്സ്. എക്കണോമിക് പ്രഷറിനെ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ ഈ ഒന്നുമില്ലെങ്കിൽ മാർക്കറ്റ് കോർഡിനേറ്റ് ചെയ്യണം. മാർക്കറ്റ് സ്ട്രക്ചർ, നെറ്റ്വർക്ക് സ്ട്രക്ചർ, ഓർഗനൈസേഷണൽ നെറ്റ്വർക്ക് സ്ട്രക്ചറിനെ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഹൈറാർക്കി ടു ഓർഗനൈസ് ട്രാൻസാക്ഷൻ എഫക്റ്റീവായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റണം. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നതിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ട്രാൻസാക്ഷൻ കോസ്റ്റിൽ നിന്ന് തുടങ്ങിയാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. അവിടെ മാർക്കറ്റിംഗ് കോർഡിനേഷനിൽ എത്തുമ്പോഴേക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്ത് പോയാൽ മാർക്കറ്റിൽ എത്തുമ്പോൾ മാർക്കറ്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്, ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നതാണ്, നമ്മളുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റിസൾട്ടിലേക്ക് തന്നെ വരും, ഗുഡ് റിസൾട്ടിലേക്ക് തന്നെ വരും. അവിടെ എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ഗുഡ് റിസൾട്ടിലേക്ക് വരുമ്പോഴും ഇവിടെ മാർക്കറ്റ് കോമ്പറ്റീഷൻസ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് മറ്റു മാർക്കറ്റ്സ് ഒക്കെ പിടിച്ചു പോവുകയാണെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ടെക്നിക്സ് ഒക്കെ അവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടാതിരിക്കണം. അവിടെ ഓൾറെഡി നമ്മൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂട്ടിയിട്ടാണ് റെപ്യൂട്ടേഷന് വേണ്ടി നിലനിൽക്കുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. എക്കണോമിക്സ് മനസ്സിലായില്ലെങ്കിൽ, ആ കെമിസ്ട്രി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഷിഫ്റ്റ് ഫ്രം ലാർജ് ഫേം hierarchies to networks or to market relations are in terms of changing conditions of economizing function. ഇങ്ങനെ എക്കണോമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെപ്യൂട്ടേഷന് വേണ്ടി എക്കണോമൈസ് ചെയ്യും, ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി എക്കണോമൈസ് ചെയ്യും. ഇപ്പൊ ബിഗ് ബസാർ, പാലക്കാട് ബിഗ് ബസാർ എന്നുള്ളത് ഇപ്പൊ മറ്റ് ജോബീസും മറ്റു മോൾസ് ഒക്കെ വരുന്നതോടുകൂടി ബിഗ് ബസാർ സൈലന്റ് ആണ്. ബിഗ് ബസാറിൽ ട്രാൻസാക്ഷൻസ് വളരെ കുറഞ്ഞു. പക്ഷെ ബിഗ് ബസാറിന്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ്. അപ്പൊ
അവരുടെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ 1-2 മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ബിഗ് ബസാറിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഡബിൾ 4 ബിഗ് ബസാറിൽ നിന്നുള്ള ഇതായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ റെപ്യൂട്ടേഷൻ ബിഗ് ബസാർ തുടങ്ങിയാൽ അത് എക്സിസ്റ്റ് ചെയ്യും എന്ന് നിലനിർത്താൻ വേണ്ടി വെറുതെ ഓടും. പാലക്കാട് വെറുതെ ഓടും. അതിന് വലിയ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല അവര്, എന്നാലും വെറുതെ ഓടും, റെപ്യൂട്ടേഷന് വേണ്ടി വെറുതെ ഓടും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ അവരുടെ ഇതിനെ മെയിൻറ്റെയിൻ ട്രാൻസാക്ഷൻ കോസ്റ്റിൽ ആ ഒരു കൺസേൺ തനിയെ പർട്ടിക്കുലർ ബിഗ് ബസാർ പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് മാർക്കറ്റിംഗ് കോസ്റ്റ് തമ്മിൽ മീറ്റ് ആവുന്നുണ്ടാവില്ല. പക്ഷെ ടോട്ടൽ ബിഗ് ബസാറിന്റെ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ശൃംഖല എടുത്തു കഴിഞ്ഞാൽ അതിൽ അവരുടെ റെപ്യൂട്ടേഷന് വേണ്ടി മാത്രമായിട്ടായിരിക്കും. അപ്പൊ ഇവരുടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് വഹിക്കുന്നത് ഡബിൾ ഇൻകം ഉള്ള അവരായിരിക്കും, വേറെ മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ള ബിഗ് ബസാർ ആയിരിക്കും. ഇങ്ങനെ ഇതിനെയൊക്കെ സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിനെ കോർഡിനേറ്റ് ചെയ്ത് റെപ്യൂട്ടേഷനെ കോർഡിനേറ്റ് ചെയ്തൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റിനെ നിലനിർത്താൻ പറ്റും. അതിനുള്ള എക്കണോമിക്സ് അവിടെ ഡിസിപ്ലിൻ ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു ഓർഗനൈസേഷനകത്ത് എക്കണോമിക്സ് ഡിസിപ്ലിൻ ചെയ്യണം. അപ്പൊ കൺക്ലൂഷനിൽ പറയുന്നത് ഈ എല്ലാ സയൻസും, ഈ എല്ലാ ബിഹേവിയേഴ്സും, ഈ എല്ലാ എത്തിക്സും ഒരു ഓർഗനൈസേഷന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഈ എല്ലാ ഡിസിപ്ലിൻസും ഓർഗനൈസേഷന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട്. അപ്പൊ നമ്മളൊക്കെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സയൻസുകളാണ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കണമെന്നാണ്. ഈ സോഷ്യോളജി, ആന്ത്രോപോളജി, സൈക്കോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇതെല്ലാം ഈ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരു ഓർഗനൈസേഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെയൊക്കെ സയൻസ്, കെമിസ്ട്രി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്നത് കൊണ്ടാണ്, ഇതിന്റെയൊക്കെ സൈക്കോളജി മനസ്സിലാവുന്നത് കൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടെന്നർത്ഥം. അതാ ഇനി എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഫർദർ മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സയൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണം. ഓൾറെഡി അറിയുന്നവർക്ക് നന്നായിട്ട് തന്നെ പോകുന്നുണ്ടാവുന്ന. ഫസ്റ്റ് യൂണിറ്റ് ഇങ്ങനെയാണ് ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇങ്ങനെ